ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പോറ്റിയെ കേറ്റിയെ പാട്ട് സഭയിലും പുറത്തുമായി പ്രതിപക്ഷം ഉറക്കെ പാടിപ്പതിപ്പിച്ചതിന് പിന്നാലെയാണ് പോറ്റിയുമായുള്ള ബന്ധമറിയാൻ അടൂർ പ്രകാശിനെ SIT വിളിപ്പിക്കുന്നത്. പോറ്റിയെ മണ്ഡലത്തിലെ വോട്ടർ എന്നതിനപ്പുറം അടൂർ പ്രകാശിനെ അറിയാം എന്നതിന്റെ തെളിവുകൾ മൊഴിയായി തന്നെ SITക്ക് മുന്നിലുണ്ട്. പോറ്റിയുടെ വീട്ടിലെ നിത്യസന്ദർശകൻ, പോറ്റിയുടെ വീട്ടിലെ ചടങ്ങുകളിലെ ഒഴിവാക്കാനാകാത്ത അതിഥി എന്ന നിലയ്ക്ക് അടൂർ പ്രകാശ് വന്നതിന്റെ തെളിവുകൾ SITയുടെ പക്കലുണ്ട്. കേരളത്തിന് പുറത്തുവെച്ചും ഇരുവരും തമ്മിൽ ഇടപാടുകളെന്ന സൂചനകളും പുറത്തുവരുന്നു. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്ര പുറപ്പെട്ട 2ാം ദിവസമാണ് UDF കൺവീനറെ SIT വിളിപ്പിച്ചത് എന്നതാണ് കോൺഗ്രസിന് തിരിച്ചടിയാകുന്നത്. ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോൾ ചോദ്യം ചെയ്യൽ സ്വാഭാവികമെന്ന അടൂർ പ്രകാശിന്റെ മറുപടി ഒരു സൂചനയാണ്. നാട് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ SIT ഇനി ആരെയൊക്കെ വിളിപ്പിക്കും? ഇനിയും അറസ്റ്റിന് സാധ്യതയുണ്ടോ? അടൂർ അടിയാകുമോ എന്നതാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് അനിൽ ബോസ്, CPM-ൽ നിന്നും VK സനോജ്, രാഷ്ട്രീയ നിരീക്ഷകൻ A സജീവൻ, മഹേഷ് പണിക്കർ, ശില്പി എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് അനിൽ ബോസ്, UDF കൺവീനർ അടൂർ പ്രകാശിനെ വിളിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ യാത്ര തുടങ്ങി 2ാം ദിവസമാണല്ലോ. അത് നിങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായൊരു തിരിച്ചടിയാണോ? എങ്ങനെയാണത് രാഷ്ട്രീയമായ തിരിച്ചടിയാകുന്നത്? കേരളം ചർച്ച ചെയ്യുന്ന ഒരു പൊതുവിഷയത്തിൽ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോയിലുണ്ട് എന്ന കാരണത്താൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു എന്ന കാരണത്താൽ സമൂഹത്തിലെ അദ്ദേഹവുമായി ഇടപെട്ടു എന്ന ധാരണയിൽ പല ആളുകളെയും വിളിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അടൂർ പ്രകാശ് ഇതിനു മുമ്പ് തന്നെ ഒരു നോട്ടീസ് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഇത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും കേരളത്തിൽ പ്രവർത്തിച്ചത്. എന്നാൽ അതേസമയം മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്ത വിവരം ദിവസം 3 കഴിഞ്ഞിട്ടാണ് പുറത്തു വന്നത് എന്നത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ ആണ് ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത്. കാരണം ഒരാളെ മൊഴിയെടുത്ത വിവരം 3 ദിവസം കഴിഞ്ഞ് മാലോകർ അറിയുന്നു. ഒരാളെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ്, ഒരു നോട്ടീസ് വരുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ ഇതൊരു ഉത്സവാഘോഷം പോലെ ആരവങ്ങളും ആർപ്പുവിളികളുമായി അദ്ദേഹത്തിനെ ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. അതും കഴിഞ്ഞ് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴാണ് അദ്ദേഹം മൊഴി കൊടുക്കുന്നതിന് അദ്ദേഹത്തെ വിളിക്കുന്ന സ്ഥിതി. അതും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു നോട്ടീസില്ല, റിട്ടേണായിട്ടൊരു നോട്ടീസ് കൊടുത്ത് ഇത്രാം തീയതി ഇത്ര മണിക്ക്. കാരണം ഒരു പ്രതിയാകുന്ന ഒരാൾ, അല്ലെങ്കിൽ അത്തരം വലിയ ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യമാണെങ്കിൽ ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് കൂടിയായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശിനെ പോലെ ഒരു മുൻ മന്ത്രിയായിട്ടുള്ള ഒരാളെ, മുൻ MLA ആയിട്ടുള്ള ഒരാളെ, നിലവിൽ UDF കൺവീനർ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പൊസിഷനിലുള്ള ഒരാളെ ചോദ്യം ചെയ്യാനിറങ്ങുന്ന SIT വളരെ കൃത്യമായി എല്ലാ ലീഗൽ സാഹചര്യങ്ങളും പരിശോധിച്ച് മാത്രമല്ലേ ഇറങ്ങൂ. അപ്പം കൃത്യമായ ഒരു നോട്ടീസ് കൊടുക്കില്ലേ? നോട്ടീസ് കൊടുത്തിട്ടില്ലെന്നാണോ പറയുന്നത്? നോട്ടീസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്തത്. ഞാൻ പറയുന്നു, അല്ലല്ല, ഞാൻ പറഞ്ഞു തരാം. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്നത് ശ്രീ അടൂർ പ്രകാശിൻ്റെ കൂടി പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വ്യക്തിപരമായി ഞാൻ എടുത്തു പറയാം. ഇന്നലെ വൈകുന്നേരം കാസർഗോഡ് പുതുയുഗ യാത്ര തുടങ്ങുന്ന സമയത്തും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അവരോടൊപ്പം സഹപ്രവർത്തകനായി ഒരേ സമയം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ശ്രീ M മുരളി എന്ന 5 തവണ കേരള നിയമസഭയിൽ അംഗമായിരുന്ന ഒരാളുടെ വിയോഗം. അതുകൊണ്ട് കേരളത്തിലെ മിക്ക നേതാക്കളും ഒരേ സമയം തന്നെ ഈ കാസർഗോഡ് പരിപാടിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ. അതിനുവേണ്ടി എല്ലാ നേതാക്കളും, ശ്രീ KC വേണുഗോപാൽ മുതൽ ഇങ്ങോട്ട് മുഴുവൻ നേതാക്കളും നാട്ടിലേക്ക് മടങ്ങി ആലപ്പുഴയ്ക്ക് എത്തുകയുണ്ടായി. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇവിടുന്ന് അദ്ദേഹം പുറപ്പെടുന്നത്. ഞാൻ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം അവിടെ പോയി മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് വരും എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഒരു നോട്ടീസില്ല, ഒരു മുന്നറിയിപ്പില്ല. രാവിലെ അവർ വിളിക്കുന്നു. വിളിച്ച സമയത്ത് തന്നെ അദ്ദേഹം ഓക്കെ ഞാനിവിടെ ഉണ്ട്, ഈ ശവസംസ്കാര ചടങ്ങിൽ വന്നാണ്, എനിക്ക് വരുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പാർലമെൻറ്റ് അംഗമായ, ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവായ ഒരാൾ തനിക്കൊരു നോട്ടീസ് പോലും ഇല്ലാഞ്ഞിട്ടും ഒരു വിളി എത്തിയപ്പോൾ അവിടെ പോവുക, അല്ലാതെ മുങ്ങി നടക്കുകയോ ഒളിച്ചു പോവുക അല്ല ചെയ്തത്. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും സാധ്യമല്ലല്ലോ അഡ്വക്കേറ്റ് അനിൽ ബോസ്. അങ്ങനെയാണെങ്കിൽ സ്വകാര്യ വാഹനത്തിൽ സാധ്യമാണ്. ഇത് കേൾക്കൂ.
ഇത് കേൾക്കൂ, ഞാനൊന്ന് പറയട്ടെ. നമ്മൾ ഈ വാശിയോടുകൂടി വെറുതെ നമ്മൾ 50 വർഷക്കാലം, ഇന്ന് ഏത് പാർട്ടിയുടെ ആണെങ്കിലും 50 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒരാൾ ഒരു പൊസിഷനിലേക്ക് വരുന്ന ആളുകളെ നിങ്ങൾ ഒരു മണിക്കൂറത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി, ഒരു ദിവസത്തെ ടാം റേറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആക്ഷേപിക്കരുത്. അത് അടൂർ പ്രകാശിനെ ആയാലും കൊള്ളാം, മറ്റേത് പാർട്ടിക്കാരെ ആയാലും കൊള്ളാം. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഇത് ഒരുപാട് അധ്വാനിച്ചാണ് ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്രവർത്തിച്ച് വരുന്നവരാണ്. നിങ്ങൾക്കൊരു ദിവസത്തെ വാർത്ത മതി. അങ്ങനെ ചെയ്യരുത്, ആരോടാണേലും ചെയ്യരുത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ വിളിക്കുന്നു, അദ്ദേഹം പോകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ പാപ്പരസി പത്രക്കാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ശ്രമിക്കുക. അദ്ദേഹത്തോട് ചോദിച്ച മൊഴി ഏതാണ്? ഊഹാപോഹങ്ങൾ വെച്ചല്ല. നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? പോറ്റിയെയും അടൂർ പ്രകാശിനെയും കൂടെ ഇരുത്തി ചോദ്യം ചെയ്തു. ഞാൻ ഇത് കേൾക്കൂ, ഒരു മിനിറ്റ് കേൾക്കൂ. മാധ്യമങ്ങൾ എന്നാണ് അല്ല, ഞാൻ എന്താ ചെയ്യാ? നിങ്ങളെ ഒരു കാര്യം, മാധ്യമങ്ങളെ ചൂണ്ടി ഒരു വാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചൊടിച്ചല്ലോ. അപ്പം ഐക്യ ജനാധിപത്യ മുന്നണി കൺവീനറെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചൊടിക്കില്ലേ? വർഗസ്നേഹം നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, കുടുംബസ്നേഹവും നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, ഞങ്ങൾക്കില്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഉന്നയിക്കുന്ന വ്യക്തിയുടെ പ്രതിനിധി എന്നുള്ളതിൽ ഓക്കെ. അപ്പം സ്വാഭാവികമായും ഒരു നോട്ടീസ് ഇല്ലാതെയാണ് അടൂർ പ്രകാശ് അവിടെ പോയിട്ടുള്ളത്. ഉത്തരവാദിത്വപൂർവ്വമാണ് ഞാൻ പറയുന്നത്. അവിടെ പോയി അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നുള്ളതിന് ചോർത്തിയെടുക്കാൻ കഴിയുന്ന നിങ്ങൾ ചോർത്തിയെടുത്ത് സംപ്രേഷണം ചെയ്തോളൂ. ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഒരു കാര്യം ആമുഖമായി പറയുന്നു, അടൂർ പ്രകാശിനി എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? 100% SIT നിയന്ത്രിക്കുന്നത് ഹൈക്കോടതിയും കേരള ഗവൺമെൻറ്റുമാണല്ലോ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പുമാണല്ലോ, ഞങ്ങളല്ല. ഞങ്ങൾ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് ഇന്ത്യയിലും കേരളത്തിലും. അതുകൊണ്ട് ഞങ്ങളല്ല ആഭ്യന്തര വകുപ്പ്, ഞങ്ങളുടെ ആരും SITയിലില്ല, ഞങ്ങളുടെ ആരുമല്ല ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിലിരിക്കുന്നത്. ഇതിൻ്റെ അന്വേഷണ സംവിധാനങ്ങളൊന്നും ഞങ്ങളില്ല. അടൂർ പ്രകാശ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൂക്കിക്കൊല്ലണമെങ്കിൽ തൂക്കിക്കൊല്ലും, നിങ്ങൾ കേസെടുത്ത് റിമാൻഡ് ഒന്നും തർക്കമില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു വരി പറയട്ടെ, ഒറ്റ വരി പറയട്ടെ, ഒരു സെക്കൻഡ്, ഒരു വരി പറഞ്ഞിട്ട്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് 3 ദിവസത്തിന് ശേഷം മാലോകർ അറിയുകയും അടൂർ പ്രകാശ് പോകുന്നത് ആ സമയം തന്നെ ബ്രേക്കിംഗ് ആകുകയും അദ്ദേഹത്തെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം കാണുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഉപജാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയും. ഇനി ചോദിച്ചു. ശരി, അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞ ഒരു കാര്യം വാദത്തിന് സമ്മതിക്കാമെങ്കിലും അതിന് മറുപടി പറയേണ്ടത് VK സനോജാണ്. അങ്ങ് ഈ പറഞ്ഞ പോലെ ചോദ്യം ചെയ്ത് 3-ാം ദിവസം വാർത്തയായിരുന്നു. 3 ദിവസം വാർത്ത ആരും എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. മാധ്യമപ്രവർത്തകർ അറിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3 ദിവസത്തിന് ശേഷമാണ് വാർത്ത കിട്ടുന്നത്. ഇത് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക്, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കാണ് ഒരു മിനിറ്റ് ശ്രീ അനിൽ ബോസ്, അടൂർ പ്രകാശ് പ്രതിയാണെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അടൂർ പ്രകാശിന് പോറ്റിയുമായിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു. അതെങ്ങനെയാണ് പുറത്തു വരുന്നത്? അങ്ങ് ചിരിക്കല്ലേ, അങ്ങ് കേൾക്കൂ. ചിത്രങ്ങൾ പുറത്തു വരുന്നു. ശരി, ചിത്രങ്ങൾ എല്ലാവർക്കും ഒപ്പമുണ്ടല്ലോ, അങ്ങ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രമുണ്ടല്ലോ, ശരിയാണ്. പല നേതാക്കൾക്കൊപ്പമുള്ള ബന്ധം, ചിത്രങ്ങൾ, സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രങ്ങൾ, ശരി, ചിത്രം അവിടെ നിൽക്കട്ടെ. ചിത്രം എന്നുള്ളതല്ലെന്നേ, അതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് പോറ്റിയെ തനിക്ക് ഒരു വോട്ടർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയ്ക്ക് അറിയാം എന്ന് മാത്രമാണ്, പരിചയക്കാരൻ എന്ന് മാത്രമാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. പക്ഷെ അതിലപ്പുറമുള്ള കാര്യങ്ങൾ SITക്ക് കിട്ടിയിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ പറയുന്നത് പോലെ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ വാർത്ത കിട്ടിയപ്പോഴും ഒരു ദിവസം മുഴുവൻ ആ വാർത്തയിൽ നിന്നിട്ടുണ്ടെന്നേ. നിങ്ങൾ ഒറ്റ ബുദ്ധിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കൂ. വാർത്തയാണ്. വാർത്ത എങ്ങനെ നിങ്ങൾക്കെതിരായ വാർത്ത വേറെ രീതിയിൽ ആഘോഷിക്കുന്നു എന്ന് വൈകാരികമായി കാണണ്ട. വാർത്ത ആർക്കെതിരെ വന്നാലും അത് വാർത്ത തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ SITക്ക് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഒരു സാക്ഷി, തൊട്ടടുത്ത അയൽവാസി, പോറ്റിയുടെ അയൽവാസി പറയുകയാണ് അടൂർ പ്രകാശ് ഇവിടെ നിത്യ സന്ദർശകനാണ് എന്നത്. അത് SIT മൊഴിയായി എടുത്തിരിക്കുന്ന വിവരമാണ്. അവിടുത്തെ ത്രിവിക്രമൻ എന്ന് പറഞ്ഞ അയൽവാസിയുടെ പ്രതികരണം, അത് ഞങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ പ്രതികരണം, ഈ ബന്ധം എന്നുള്ളത് സാമ്പത്തിക ഇടപാടുകളാണോ എന്ന അന്വേഷണത്തിലേക്കാണ് SIT കടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശിന് ബന്ധം എന്ന രൂപത്തിലല്ല, പോറ്റിയുമായി എന്ത് ബന്ധം, പോറ്റിയുമായിട്ടുള്ള ബന്ധം അത്ര ശരിയായ ബന്ധമല്ല എന്ന് SIT സംശയിക്കുന്നു ശ്രീ അനിൽ ബോസ്. അതുകൊണ്ട് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ പറയുന്ന രാഷ്ട്രീയമായി ഒരു ഗൂഢാലോചന, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുകയാണ് എന്ന് വരികയാണെങ്കിൽ,
ഒരു ഭാഗത്തിന് ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങനെയാണ് ഈ സഭ ചേരുന്ന സമയത്ത് വിളിപ്പിച്ചുകൂടായിരുന്നു? ഈ പോറ്റിയെ കയറ്റിയ പാട്ട് അകത്തും പുറത്തുമൊക്കെ പാടുന്ന സമയത്ത് അടൂർ പ്രകാശിനെ വിളിപ്പിച്ച എന്ത് മാതിരി ആഘോഷിക്കാം ഈ പറയുന്ന ഭരണപക്ഷത്തിന്, എന്തുമാതിരി അത് ഉപയോഗപ്പെടുത്താനാകുമായിരുന്നു. അതിനുശേഷമല്ലേ SIT നീങ്ങിയിരിക്കുന്നത്? അപ്പോൾ വിവരങ്ങൾ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ SITയുടേതായ വേഗത്തിൽ SITയുടേതായ ആലോചനയിൽ അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ സൗകര്യത്തിൽ അവർ വിളിപ്പിക്കുന്നു. അതല്ലേ സംഭവിച്ചത്? സ്വകാര്യ വാഹനത്തിലാണല്ലോ ഈ പറഞ്ഞ അങ്ങ് MP എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അങ്ങനെ അദ്ദേഹം എന്തിനാണ് സ്വന്തം കാറിൽ സ്വകാര്യ വാഹനത്തിൽ പോയത് ചോദ്യം ചെയ്യലിന്? എല്ലാത്തിനും കൂടി മറുപടി പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ട് എന്താ പറഞ്ഞത്, സ്മൃതി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ വളരെ പോസിറ്റീവായിട്ടല്ലേ, ഏത് പാർട്ടിയുടെ ആളുകൾ പറയും CPMന്റെ പ്രതികൾ ജയിലിൽ ദിവസങ്ങളും മാസങ്ങളും കിടന്നിട്ട് അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാത്ത ഒരു പാർട്ടിയെ പരസ്യമായി വിചാരണ ചെയ്യേണ്ടത് ആളുകൾ അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങളുടെ ഡിഫൻസ്. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഞാൻ പറയാൻ സമയം എന്താ? നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ പറയാൻ ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ പാർട്ടിയിൽ നിന്ന് ഉള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞ എന്താ, SIT ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല, ആഭ്യന്തര വകുപ്പ് ഞങ്ങളല്ല, കോടതി ഞങ്ങളല്ല, ദേവസ്വം ബെഞ്ച് ഞങ്ങളല്ല. അടൂർ പ്രകാശ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചോളാൻ പറഞ്ഞാൽ അതിനപ്പുറം എന്താണ് ഒരു പാർട്ടി പ്രതിനിധി എന്നുള്ള നിലയിൽ പറയേണ്ടത്? എന്താ നിങ്ങൾ പറഞ്ഞു തരുന്നത് പോലെ ഞാൻ പറയാം. എന്താ ഞങ്ങൾ പറയേണ്ടത്? ഇത്രയും പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന എന്നോട് നിങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് SIT അദ്ദേഹത്തെ പണമിടപാടാണ്. ആയിക്കോട്ടെ, പണമിടപാടാണോ? അന്വേഷിക്കട്ടെ എന്ന്. അതിൻ്റെ കുറ്റപത്രം കോടതി വരുമ്പോഴല്ലേ അതിലെന്തൊക്കെ എഴുതി വെച്ചിരിക്കും നമുക്കറിയത്തുള്ളൂ. അറിയാത്തൊരു കാര്യത്തിൽ നമ്മൾ രണ്ടുപേരുടെ കലഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അടൂർ പ്രകാശിനെ വിളിച്ചു, അദ്ദേഹത്തോട് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചു. ഇത് കേൾക്കൂ, അദ്ദേഹത്തിനോട് എന്തൊക്കെ ചോദിച്ചു എന്ന് നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അറിയുമോ? നിങ്ങൾക്ക് ആരെങ്കിലും തരുന്ന വാർത്തകളാണ്, നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചോർത്തിയെടുക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ അടൂർ പ്രകാശുമായി ഡയറക്റ്റ് സംസാരിച്ചിട്ടാണ് ഈ ചർച്ചയിലിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്ത് അദ്ദേഹത്തോട് ഏതൊക്കെ ചോദ്യം ചോദിച്ചു എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അത് ശരിയല്ലല്ലോ. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറ്റപത്രം കോടതിയിൽ വരുമ്പോൾ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനെ ഫേസ് ചെയ്തോളും. ശരി, അതിനൊന്നും പാർട്ടിയൊന്നും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA-മായ ഒരാൾക്കെതിരെ അതൊരു തുറന്ന മറുപടിയാണ്. അതായത് പത്മകുമാറിനെ പോലുള്ള CPM ഇത് കേൾക്കൂ, പത്മകുമാർ എന്ന് പറയുന്ന മുൻ MLA-യും CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗവും അടക്കമുള്ള CPM നേതാക്കൾ കിടക്കുമ്പോൾ പൊട്ട ന്യായീകരണമായിട്ട് വന്നിരിക്കുന്ന പോലൊന്നും ഞങ്ങൾ കോൺഗ്രസ് പറയില്ലെന്നേ. ശരി, നിങ്ങൾ പറയില്ല. ഒരു സെക്കൻഡ്, സ്മൃതിയുടെ ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞില്ലാന്നേ. നിങ്ങൾ പറയുന്നത് പോലെ പോറ്റിയുടെ വീട്ടിൽ ഒരു പ്രാവശ്യമോ പല പ്രാവശ്യമോ പോയി എന്ന് അയൽവക്കക്കാർ പറഞ്ഞു. പോയിട്ടുണ്ടാവാം, ഇല്ലെന്ന് ആര് പറഞ്ഞു? പോയിട്ടില്ലെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു? പോയിട്ടുണ്ടാവാം. അത് പോയിട്ടുണ്ടോ ഇല്ലെന്ന് അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുമ്പ് മൂകാംബിയെ പോയിരുന്നു. മൂകാംബിയെ പോയ സമയത്ത് ഇവിടുത്തെ ഒരുപാട് നേതാക്കൾ അവിടെ പോയിരുന്നു. അവിടുത്തെ പല പൂജാരിമാർ, സഹായികൾ, അവരെല്ലാവരും വരുമ്പോൾ ഞങ്ങൾക്ക് തിരക്കിനിടയിൽ പെട്ടെന്ന് ദർശനത്തിനൊക്കെ സൗകര്യം കിട്ടും. സ്വാഭാവികമായും എനിക്ക് മാത്രമല്ല സ്മൃതിക്കും കിട്ടിയെന്നിരിക്കും. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് അവർ പ്രത്യേകമായ ഒരു ടേക്ക് കെയർ ചെയ്തെന്നിരിക്കും. അപ്പോൾ അവരുമായിട്ട് ഇടപെടുമ്പോൾ നാളെയും അവിടെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ദർശനം, അവരുമായിട്ടുള്ള ഇടപെടൽ, കൂടുതൽ ഫ്രീ ആയിട്ട് നമുക്ക് പോയിട്ട് വരാനുള്ള സൗകര്യം, അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ടെന്നേ. അത് പല സ്ഥലത്തും ഏത് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയക്കാർക്കുണ്ടാവും, സിനിമാക്കാർക്കുണ്ടാവും, പൊതുപ്രവർത്തകർക്കുണ്ടാവും, ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവും, പ്രത്യേകിച്ച് വിശ്വാസികൾക്കുണ്ടാവും. അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി ഭാവിയിൽ അയാൾ പ്രതിയായാൽ, അതുകൊണ്ട് നാളെ മൂകാംബിക ക്ഷേത്രത്തിലെ ആരെങ്കിലും ഒരാൾ പ്രതിയായാൽ അവിടെ പോയ KC വേണുഗോപാലോ VD സതീശനോ ഞാനോ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നവരെല്ലാം ആ കൊള്ളയിൽ പങ്കാളിയാണെന്ന് പറയും. എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത്? അതിന് മാതൃകാപരമായി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒന്നിലധികം ഒരു സെക്കൻഡ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഒരു കാര്യമുണ്ട്. ഇതിൽ തുടക്കം മുതലേ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് രാഷ്ട്രീയമാണ്. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുത്തിരിക്കുന്ന തീരുമാനം. പറയട്ടെ ഈ ചോദ്യം ചെയ്യലിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന എന്ന് ആരോപിക്കുമ്പോൾ അടൂർ പ്രകാശ് പറയുന്നില്ലല്ലോ. അടൂർ പ്രകാശ് പറയുന്നത് അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? അല്ല, രാഷ്ട്രീയമായ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല സ്മൃതിക്ക് ഇതുവരെ.
ഇല്ല. അങ്ങനെ ഒരു ഫോട്ടോയിൽ കാണുകയും ഒന്നിലധികം തവണ ഇടപെടുകയും ചെയ്ത ആളെന്നുള്ള നിലയിൽ സംശയമുണ്ടാകുന്നെങ്കിൽ ഒരാളെ മാത്രമല്ല സംശയിക്കേണ്ടത്, അങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും സംശയിക്കണം. അങ്ങനെ സംശയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം അതുപോലെ തന്നെ സമാനമായി ഇടപെട്ട ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി. ആദ്യം SIT അവിടെ തുടങ്ങട്ടെ മാതൃക. അങ്ങീ പറയുന്ന അംബാസഡർ കൊടുത്ത ആംബുലൻസ് കൊടുത്ത ഫോട്ടോ അല്ലാതെ സ്മൃതിയുടെ കയ്യിൽ എന്ത് തെളിവാണ് അടൂർ പ്രകാശിനെതിരെ ഉള്ളത്? ഉണ്ടല്ലോ അടൂർ പ്രകാശിനെതിരെ ഫോട്ടോ അല്ലാതെ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണ്? പറയട്ടെ, സാക്ഷിമൊഴി. എന്ത് സാക്ഷിമൊഴി? എന്ത് സാക്ഷിമൊഴി? അതിൽ ഏത് സാക്ഷി? ഒരു സാക്ഷിമൊഴിക്ക് ഒരു കേസിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് മൊഴി പറഞ്ഞെങ്കിലോ, ഒരു പാർട്ടിക്കാരനാണ് മൊഴി പറഞ്ഞെങ്കിലോ, അയൽവാസി മറ്റൊരു പാർട്ടിക്കാരനാണെങ്കിലോ, അവിടേക്ക് കടകംപള്ളി വന്നതും ഈ മൊഴി സ്ഥിരീകരിക്കാൻ രോഷം കൊള്ളിട്ട് കാര്യമില്ലെന്നേ. അടൂർ പ്രകാശ് വന്നത് മാത്രമല്ല അയാൾ പറഞ്ഞിട്ടുള്ളത്. ആ അയൽവാസി പറഞ്ഞതിൽ കടകംപള്ളി വന്നതും പറഞ്ഞിട്ടുണ്ട്, അടൂർ പ്രകാശ് വന്നതും പറഞ്ഞിട്ടുണ്ട്. അത് അടൂർ പ്രകാശിന്റെ കാര്യം മാത്രമാകുമ്പോൾ നിങ്ങൾ രോഷം കൊണ്ടിട്ട് കാര്യമില്ലെന്നേ. ഈ എല്ലാ നേതാക്കളും എന്തിനാ പോറ്റിയുടെ വീട്ടിൽ പോകുന്നത്? അത് പറയൂ. ഞങ്ങൾക്ക് രോഷമില്ലെന്നേ. ഈ പോറ്റിയുടെ വീട്ടിലെന്താ കാര്യം? അല്ല, പോറ്റിയുടെ വീട്ടിലെന്നല്ല, സ്മൃതിയുടെ വീട്ടിൽ നാളെ രാവിലെ ഞാൻ വന്നിരിക്കും. സ്മൃതി ഒരു മാധ്യമ പ്രവർത്തകയാണ്. നിങ്ങളോടുള്ള സൗഹൃദം വെച്ച് നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും വന്നാൽ ഒരുപക്ഷെ നിങ്ങളെ ഞാൻ ഫോൺ ചെയ്ത് തന്നിരിക്കും, നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പൊതുവായി ഇടപെടുന്ന ആരുടെയെങ്കിലും ഒക്കെ വീട്ടിൽ പോയെന്നിരിക്കും. നാളെ അവരെല്ലാം തെറ്റിയതാൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റില്ലെന്നേ. പക്ഷെ അതുപോലെയല്ലല്ലോ ഇത്. അതുപോലെയല്ല. കാരണം അങ്ങീ പറയുന്ന വീട്ടിൽ പോലും മാത്രമല്ല, പലയിടത്തായുള്ള ദൃശ്യങ്ങൾ, അതിൽ ഈ പറയുന്ന ഗോവർദ്ധന പോലുള്ള ചിത്രങ്ങളുണ്ട്. നോക്കൂ അനിൽ ബോസ്, ഗോവർദ്ധന അടക്കമുള്ള ഇതേ കേസിലെ മറ്റു പ്രതികൾക്കൊപ്പം കൂടി തന്നെ അടൂർ പ്രകാശിനെ നിർത്തുകയാണ്. സ്മൃതി പറയുന്നതിനോട് പൂർണ്ണമായി യോജിക്കാം. കോടതിയിൽ കുറ്റപത്രം വരുമ്പോൾ ഇത് തന്നെയാണ് CPM പറയുന്നത്. അത് ശരി, ഇതാണ് CPM വെയിറ്റ് ചെയ്യുന്നത്. അങ്ങീ പറയുന്ന പത്മകുമാറിന്റെ കാര്യത്തിൽ കുറ്റപത്രം വരട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ന്യായമാണ് ഈ പറയുന്നത്? അതുപോലെയാണ് ഇപ്പൊ പറഞ്ഞ അവസാനിപ്പിച്ചത്. എന്തായാലും പറഞ്ഞ അവസാനിപ്പിച്ചത് അതാണ്. നാളെ അടൂർ പ്രകാശ് ജയിലിൽ കിടക്കണമെന്ന്. ശരി, ഇത് കേൾക്കൂ. നമ്മളാരും പ്രതികൂട്ടിലാക്കിയിട്ടില്ല. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് അത്രയുമേ ചോദിച്ചിട്ടുള്ളൂ. അടൂർ പ്രകാശ് സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമാണെന്ന് ഇവിടെ ഒരൊറ്റ മാധ്യമങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങ് അത് ആ രൂപത്തിൽ അവതരിപ്പിക്കണ്ട. എങ്ങനെയാണ് പറയുന്നത് സ്മൃതി? നോക്കൂ, കുറ്റപത്രം വരട്ടെ പത്മകുമാർ അടക്കമുള്ള ആളുകൾ ജയിലിൽ കിടക്കുന്നു. ശരി, വി കെ സനോജിലേക്ക് ഇത്ര നേരം നോക്കൂ. 7:17 ഇത്രയും നേരം അങ്ങോട്ടാണ് ചോദിച്ചത്. ഈ സനോജിന്റെ സമയമാണ്. ശ്രീ വി കെ സനോജ്, ഇതിപ്പോൾ രണ്ട് രീതിയിലാണ് SITയുടെ സമീപനം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. അങ്ങ് ഇപ്പോൾ ദീർഘമായി കേട്ടല്ലോ. അതായത് കടകംപള്ളിയെ വിളിപ്പിച്ച് 3-ാം ദിവസം മാത്രമേ വിവരം അറിയുന്നുള്ളൂ. ആരും അറിയാതെ, ഇരുചെവി അറിയാതെ SITക്ക് അത് ചെയ്യാൻ പറ്റി. ഇതിപ്പോഴത്തെ അടൂർ പ്രകാശ് അങ്ങോട്ട് കയറുന്നത് അറിയാം, എത്ര മണിക്കൂറായി ചോദ്യം ചെയ്യുന്നത് അറിയാം, പുറത്തിറങ്ങുന്നവരെ മാധ്യമങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റി, പുറത്തിറങ്ങി മാധ്യമങ്ങൾ പിടികൂടുകയും ചെയ്തു. അപ്പോൾ അതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള ആദ്യത്തെ ആരോപണത്തിന് അങ്ങയുടെ മറുപടി? അതൊരു പ്രസക്തമായ ചോദ്യമല്ലല്ലോ സ്മൃതി. കാരണം SIT എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ 2 ജഡ്ജിമാർ, പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും സംശയം ഈ അനിൽ ബോസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. SITയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇവർ വ്യാപകമായിട്ട് ഉന്നയിച്ചത് SIT എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നിശ്ചയിച്ചു കൊടുത്ത ഉദ്യോഗസ്ഥരാണ്, അവർ AK സെൻറ്ററിൽ നിന്ന് ലിസ്റ്റ് കൊടുത്ത ആളുകളാണ്, SITക്ക് വിശ്വാസ്യതയില്ല, ഉദ്യോഗസ്ഥന്മാരൊക്കെ CPMൻ്റെ ആളുകളാണ്, മുൻ SFI ആണെന്നൊക്കെ ആക്ഷേപിച്ചല്ലോ. പക്ഷേ ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്ത ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഉള്ള വാദത്തിനിടയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. SITയെ പ്രശംസിച്ചിട്ടുണ്ട്. SIT 90 ദിവസം കൊണ്ട് എന്തുകൊണ്ട് കുറ്റപത്രം കൊടുക്കുന്നില്ല എന്നുള്ള ഇവരുടെ വാദത്തിന് മറുപടിയായി പറയട്ടെ, ഇതൊരു കത്തിക്കുത്ത് കേസ് പോലെയോ മറ്റേതെങ്കിലും ഒരു കേസ് പോലെ പെട്ടെന്ന് അന്വേഷിച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് ഈ കേസ് ആകെ പൊളിഞ്ഞു പോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ആഗ്രഹത്തിനനുസരിച്ചിട്ട് SITക്ക് പെരുമാറാൻ കഴിയില്ല എന്നാണ് ഭംഗ്യന്തരേണ വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആരൊക്കെ മൊഴിയെടുക്കുന്നു, ആരെയൊക്കെ വിളിപ്പിക്കുന്നു, അതൊന്നും CPMന് ഉത്തരവാദിത്തമില്ലല്ലോ.
വിളിച്ച് വാർത്ത കൊടുക്കൽ, അത് SITയുടെ ഭാഗമായിട്ട് വിവരങ്ങൾ പുറത്തു പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ അന്വേഷിക്കുക. കാര്യങ്ങൾ ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഇത് നടക്കുന്നത്. കേരള സംസ്ഥാന ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പിൻ്റെ മേൽനോട്ടത്തിലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. നിരവധി ആളുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ വാർത്ത ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, ചില ആളുകൾ വാർത്ത നേരത്തെ വന്നിട്ടുണ്ട്, ചില ആളുകൾ 2 ദിവസം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് സമനില തെറ്റിയിട്ടുള്ള അടൂർ പ്രകാശിനെ കണ്ടത്. അടൂർ പ്രകാശ് എന്താ ഇന്ന് പറഞ്ഞത്? നിങ്ങളുടെ ചാനലിൻ്റെ റിപ്പോർട്ടറോട് എന്താ പറഞ്ഞത്? UDF അധികാരത്തിൽ വന്നാൽ ഈ റിപ്പോർട്ടർ പൂട്ടിക്കുന്നോ അല്ലേ? എന്താ പറഞ്ഞത്? അനിൽ ബോസ് അതിനൊക്കെ മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് സമനില തെറ്റിപ്പോയത്? സമനില തെറ്റാൻ കാരണമുണ്ട്. കാരണം ഈ അടൂർ പ്രകാശ് പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നായി ഇന്ന് പൊളിഞ്ഞിരിക്കുന്നു. എന്താ ആദ്യം പറഞ്ഞത്? ആദ്യം അടൂർ പ്രകാശ് പറഞ്ഞത്, എനിക്ക് പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് അദ്ദേഹം. ഇപ്പോൾ 2019 ഞാൻ ആറ്റിങ്ങലിൽ ആദ്യമായി മത്സരിക്കാൻ വരുമ്പോൾ ഒരു വോട്ടർ എന്ന നിലയിൽ അയാളെ പരിചയപ്പെട്ടു, അയാളുമായിട്ടൊരു ബന്ധമുണ്ടായി എന്നാണ്. എന്നാൽ നിങ്ങളുടെ ഈ ചാനൽ, ഈ റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ട ചില ഫോട്ടോയും വിവരങ്ങളും ഉണ്ട്. ആ ഫോട്ടോ എപ്പോഴാണ്? 2016 സ്മൃതി. 2016 പരിചയമുണ്ടായിരുന്നു. ആ 2016 ഫോട്ടോന് എന്താ തെളിവ്? കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട്, ആ കാലത്തെ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള K രാഘവനുണ്ട്. അങ്ങനെ പ്രയാർ ഗോപാലകൃഷ്ണനും K രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചേർന്ന് പോറ്റിയും അടൂർ പ്രകാശ് എല്ലാം നിൽക്കുന്ന 2016 ഫോട്ടോ ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ ഒന്നാമത്തെ കള്ളവിടെ പൊളിഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? 2025 ഏതാണ്ട് ആഗസ്റ്റ് മാസത്തിലാണെന്ന് തോന്നുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുമ്പിലെ ഒരു പോർട്ടിക്കോയിൽ വെച്ച് നടന്ന ചടങ്ങിൽ, പോലീസ് ആംബുലൻസ് കൈമാറുന്ന ചടങ്ങിൽ ഈ പോറ്റിയും ഈ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആ ഫോട്ടോ ഒക്കെ വന്നപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, അല്ലെ മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ഞാൻ പരിചയപ്പെട്ടത് എന്ന് രണ്ടാമതൊരു കള്ളം തട്ടിവിട്ടു. അതും പൊളിഞ്ഞു പോയില്ലേ? യഥാർത്ഥത്തിൽ ഇവരെല്ലാം കൂടി നിൽക്കുന്ന ഫോട്ടോ, സോണിയാഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ എപ്പോഴാണ് ഉള്ളത് എന്ന് പറയാനുള്ള ധൈര്യം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ അനിൽ ബോസിനുണ്ടോ? ഞാൻ ഈ ചർച്ചയിൽ അനിൽ ബോസിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ആ രേഖ പുറത്തു വിട്ടൂടെ? 2019 ശേഷമാണെങ്കിൽ ആ രേഖ പുറത്തുവിടാലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞത് എന്താണ്? സോണിയാഗാന്ധിക്ക് അസുഖം മാറാൻ വേണ്ടിയിട്ട് എന്തോ മന്ത്രിച്ച ചരടോ മറ്റോ കെട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ സോണിയാഗാന്ധിയുടെ അസുഖം മാറിയിട്ട് സോണിയാഗാന്ധി ആദ്യമായിട്ടൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് 2011 ഇപ്പൊ 2011 മുന്നേ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അസുഖം മാറാൻ വേണ്ടിയിട്ട് ഈ ചരട് കെട്ടിക്കൊടുക്കുക. പറയാത്ത കാര്യങ്ങൾ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞു, ഞാൻ പങ്കെടുത്ത നിങ്ങളല്ല, ഞാൻ നിങ്ങൾ പറയുന്നത് 17 മിനിറ്റ് നിങ്ങൾ പറഞ്ഞല്ലോ, 17 മിനിറ്റ് നിങ്ങൾ പറഞ്ഞു, ഞാനൊന്നും വേണ്ടിയില്ലല്ലോ. നിങ്ങൾ അസ്വസ്ഥമാവണ്ടേ? ഞാൻ പറഞ്ഞത് ഞാൻ പറയാത്ത കാര്യമാണ്. ശരി, അങ്ങ് പറഞ്ഞു എന്നല്ല ശ്രീ അനിൽ ബോസ്. പറഞ്ഞോളൂ ശ്രീ സനോജ്. അനിൽ ബോസേ, നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ട് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ വക്താവായിട്ടുള്ള അയാൾ പേര് ഞാൻ പറയാം, എന്താ പിന്നെ BRM ഷഫീർ, ഞാനും ആ ചർച്ചയിലുണ്ടായിരുന്നു. BRM ഷഫീർ ആ ചർച്ചയിൽ പറഞ്ഞത്, സോണിയാഗാന്ധിക്ക് അസുഖം മാറാൻ വേണ്ടിയിട്ട് മന്ത്രിച്ച ചരട് കെട്ടിക്കൊടുക്കാനാണ് ഈ തന്ത്രി അവിടെ പോയത്, ഈ പോറ്റി അവിടെ പോയത് എന്നാണ്. ഇപ്പോൾ സോണിയാഗാന്ധി 2011 പൊതുപരിപാടിയിൽ അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങി വന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2011 മുന്നേ ആയിരിക്കുമല്ലോ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഇത് കെട്ടിക്കൊടുക്കുക. അപ്പോൾ 2011 മുന്നേ അല്ലെങ്കിൽ 2014 മുന്നേ കെട്ടിക്കൊടുത്ത ചരട്, അതുമായി ബന്ധപ്പെട്ട ഫോട്ടോയിൽ അടൂർ പ്രകാശ് ഉണ്ട്. അപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞ എത്ര കള്ളങ്ങൾ പൊളിഞ്ഞു? എൻ്റെ അനിൽ ബോസെ, ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം പറയണ്ടേ? മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമാണെന്ന കാര്യം പൊളിഞ്ഞു. 2019 ഞാൻ മത്സരിക്കാൻ വന്നപ്പോഴാണ് ഈ പോറ്റിയെ കണ്ടത്, കേവലം ഒരു വോട്ടർ എന്ന നിലക്ക് പരിചയപ്പെട്ടു എന്ന കാര്യം പൊളിഞ്ഞു. പിന്നെന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വന്നത്? ബാംഗ്ലൂരിൽ വെച്ച് കണ്ടു അല്ലേ, ഡൽഹിയിൽ വെച്ച് കണ്ടു, ശബരിമലയിൽ വെച്ച് കണ്ടു. മാത്രമല്ല 2016 ചിത്രം എന്ന് പറഞ്ഞാൽ മറ്റേ ശബരിമലയിൽ തന്നെ എന്തോ ഒരു പിന്നെ നേർച്ചയോ മറ്റോ അതുമായി ബന്ധപ്പെട്ട എന്തോ ചിത്രമാണ്. അപ്പം നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നു. നിങ്ങൾക്ക് തെളിവായിട്ട് എന്ത് ചിത്രമുള്ളത്? നിങ്ങൾക്ക് തെളിവായിട്ട് നിങ്ങൾ പറഞ്ഞ ചിത്രം മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. മുഖ്യമന്ത്രി എന്തിനാണ് ചോദ്യം ചെയ്തത്? 2025 ആഗസ്റ്റ് മാസം നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ ഏതോ ഒരു മൂലക്ക് ഇയാൾ നിൽക്കുന്ന ഫോട്ടോ അല്ലാതെ മുഖ്യമന്ത്രിയുമായിട്ട് ഇയാൾക്ക് ഉള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങളുടെ പക്കലുള്ള തെളിവെന്താ? ഹാജരാക്ക്. ഞങ്ങൾ നിങ്ങളോട് പറയുന്ന തെളിവിതാണ്.
സോണിയാഗാന്ധിയുടെ കൂടെ, പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെ, കെ രാഘവൻ എന്ന് പറയുന്ന അക്കാലത്തെ ബോർഡ് മെമ്പറുടെ കൂടെ, പിന്നെന്താണ് ബെല്ലാരി ഗോവർദ്ധനും സോണിയും പോറ്റിയും ഈ അടൂർ പ്രകാശും മറ്റേ ആന്റണിയും എല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ. എന്താ ഇതൊക്കെയുള്ള ബന്ധം? നിങ്ങൾക്ക് വിശദീകരിച്ചൂടെ? ഒന്നുമില്ലെങ്കിൽ ആ സോണിയാഗാന്ധിയെ പോലുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെ ഈ തെരുവിൽ വലിച്ചിഴക്കേണ്ട സാഹചര്യം എന്താണ്? ഒന്നുമില്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ ഏത് കാലത്താണ് ആ ഫോട്ടോ എടുത്തത് എന്ന് നിങ്ങൾക്കത് പറഞ്ഞു കൊടുത്തിട്ട് ആ സോണിയാഗാന്ധിയെ നിങ്ങൾക്കൊന്ന് രക്ഷപ്പെടുത്തിക്കൂടെ? എന്താ നിങ്ങളത് ചെയ്യാത്തത്? ഇപ്പം ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നത്, സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള വർഷം, അതെന്തായാലും ആ ജൻപത് 10-ലെ അവിടെയുള്ള സന്ദർശക ഡയറിയിൽ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ അവിടെ ഉണ്ടാവുമല്ലോ. എന്തെല്ലാം കടമ്പകൾ കടന്നിട്ട് വേണം സോണിയാഗാന്ധിയെ പോലെയുള്ള ഒരാളുടെ അടുത്തേക്ക് പോവാൻ എന്ന് ഞാൻ വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണ് ഇവരെല്ലാം തമ്മിലുള്ള ബന്ധം? ബന്ധത്തിന് ചില വിവരങ്ങൾ വീണ്ടും പുറത്തു വന്നല്ലോ. എന്തൊക്കെയാണ് പുറത്തു വന്നത്? ബന്ധത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു. എന്താണ്? 2 കോടി രൂപ ആന്റണി ഇവിടുന്ന് വാങ്ങി, ഒരു സ്വകാര്യ ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് വാങ്ങി, അല്ലേ? അയാൾ വാങ്ങിയല്ലോ. 2 കോടിയല്ലേ വാങ്ങിച്ചത്? ആ 2 കോടി ആ വാജി വാഹനം തന്ത്രിക്ക് നൽകിയിട്ടുള്ള 2017 ശേഷമാണ്. ഞാൻ പറയട്ടെ, ആന്റണി വാങ്ങിയെന്ന് നിഷേധിക്കട്ടെ, ഞാൻ പറയാ. 2 കോടി പലിശക്ക് നൽകി തിരികെ ആകെ 20 ലക്ഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് ആന്റണി എം പിക്ക് കൊടുത്തു എന്ന് നെടുമ്പാറയിൽ ഫിനാൻസിന്റെ ഉടമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്ത് ഉറപ്പിലായിരിക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക? ഇതേ സ്ഥാപനത്തിലാണ് ഈ തന്ത്രി പണം നിക്ഷേപിച്ചത് എന്നിപ്പോ ചില വിവരങ്ങൾ പുറത്തു വന്നല്ലോ. അപ്പൊ ഇതെല്ലാം കള്ളന്മാരുടെ ഒരു വലിയ കൂടാരമാണ് കോൺഗ്രസ്. ഈ അടൂർ പ്രകാശ് പറഞ്ഞ ഈ 3-4-5 കള്ളങ്ങൾ പൊളിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, ഈ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർ ഉൾപ്പെടെ പറഞ്ഞത്, നിന്റെ എല്ലാം റിപ്പോർട്ടർ UDF അധികാരത്തിൽ വന്നാൽ പൂട്ടിക്കുമെന്നാണ്. അപ്പൊ എന്താണ്? സമനില തെറ്റിപ്പോയി. ഇത്രയും കാലം ജനങ്ങൾക്ക് മുമ്പിൽ പല കാര്യങ്ങളും കള്ളവും ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് ഈ കനകോലുവിനെ ഉപയോഗിച്ച് പല തരത്തിലുള്ള നരേഷൻ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഇവരുടെ ജാതി ഉൾപ്പെടെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണിരിക്കുക. ദയനീയമായി ഇങ്ങനെ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞ പോലെ ഇടിഞ്ഞ് വീണിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കള്ളന്മാരുടെ ഈ കൂട്ടത്തെ കേരളത്തിലെ ജനങ്ങൾ ഇതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പൊ അനിൽ ബോസ് ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം പറയണം. അപ്പൊ പണമിടപാടാണ് നടന്നത്. പണമിടപാട് 2 കോടി രൂപ വാങ്ങിയിട്ടുണ്ട്. പല നേതാക്കന്മാരും പണം വാങ്ങിയിട്ടുണ്ട്. അല്ലാതെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്ക് പിന്നെ ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലെന്താ കാര്യം? ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിലെന്താ കാര്യം? ഈ സ്വർണം കട്ടവനും കളവ് മുതൽ വാങ്ങിയവനും കളവിന് സഹായിച്ചവനും കൂട്ടുനിന്നവനും എല്ലാം കൂടി ഒറ്റ ഫ്രെയിമിൽ വന്ന് നിൽക്കുന്ന ചിത്രം ഏത് കാലത്താണ് എന്ന് എന്തുകൊണ്ട് ഇവർ വെളിപ്പെടുത്തുന്നില്ല? അതുകൊണ്ട് കാര്യങ്ങളെല്ലാം കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഒരു ആശങ്കയുമില്ല. ഇനി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, ഇടതുപക്ഷം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും തരത്തിലോ ഉണ്ടെങ്കിൽ അവരെല്ലാം ശിക്ഷിക്കപ്പെടട്ടെ എന്ന നിലപാട് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അല്ല, പക്ഷേ ജയിലിലുള്ളവരോട് പോലും ഇപ്പോൾ എടുക്കുന്ന നിങ്ങളുടെ സമീപനം പാർട്ടി തുടരട്ടെ എന്നാണല്ലോ സനോജ്. മാത്രമല്ല, ഇനി പറയുന്ന കടകംപള്ളി ഇനി വിളിപ്പിക്കില്ല എന്ന് പറയാനും പറ്റില്ല. കടകംപള്ളിയുടെ മൊഴിയെടുക്കൽ എന്ന രൂപത്തിലാണ് നമ്മൾ ഇത്രയും ദിവസം കേട്ടത്. ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്കാകുമോ നമുക്കറിയില്ല. യെസ്, ആരെ വേണമെങ്കിലും വിളിപ്പിച്ചോട്ടെ, ആരെ വേണമെങ്കിലും വിളിപ്പിച്ചോട്ടെ. വിളിപ്പിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ ഇവർ SIT അംഗീകരിച്ചു. SITയുടെ അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ SITയിലുള്ളത് CPMന്റെ ആഭ്യന്തര വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ട് ഉദ്യോഗസ്ഥന്മാരാണ് എന്ന പച്ച നുണ ഇവർ പറഞ്ഞില്ലേ? പച്ച നുണ പറഞ്ഞില്ലേ? കോടതിക്ക് പറയേണ്ടി വന്നില്ലേ? സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരാണ്. കോടതി ചോദിച്ചു, CBIയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന മിടുക്കരായ ഉദ്യോഗസ്ഥന്മാരാണ് ഇവർ എന്ന് പറയേണ്ടി വന്നില്ലേ കോടതിക്ക്? ഇപ്പം എന്താ അതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് പറയാനുള്ളത്? ഇതുപോലെയുള്ള ചാനൽ ഫ്ലോറിൽ വന്നിരുന്നിട്ട് എന്തൊരു തള്ളായിരുന്നു. ഇന്നിപ്പോൾ അനിൽ ബോസ് ആദ്യം എത്ര ഭവ്യതയോടെയാണ് പറഞ്ഞത്. അയ്യോ, അടൂർ പ്രകാശിനെ പോലെയുള്ള പാവം രാഷ്ട്രീയ നേതാക്കൾ എത്രയോ വർഷമായിട്ട് കെട്ടിപ്പടുത്ത ഈ ഒരു അംഗീകാരം നിങ്ങൾ നശിപ്പിച്ച് കളയല്ലേ എന്നൊക്കെയല്ലേ സ്മൃതിയോട് താണുകയാണ് അപേക്ഷിക്കുന്നത് കണ്ടത്. ശരി, എന്തൊക്കെ കെട്ടിപ്പടുക്കുന്നു എന്നുള്ളതാണ് എന്തായാലും SIT അന്വേഷിക്കുന്നത്. എന്തൊക്കെ കെട്ടിപ്പടുത്തിട്ടുണ്ട് എന്നതാണ് SIT അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. ശരി, എല്ലാവരും തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഘട്ടത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ എ സജീവൻ, ഇന്ന് കാണേണ്ട രാഷ്ട്രീയ പ്രതികരണങ്ങൾ നോക്കണം. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നു, KC വേണുഗോപാൽ പ്രതികരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണം, അതാണ് നമ്മൾ നേതാക്കളിൽ നിന്നൊക്കെ കണ്ടത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അങ്ങേക്ക് കിട്ടിയോ? മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം മിണ്ടാൻ തയ്യാറായിട്ടില്ല. അതായത് അടൂർ പ്രകാശിന് വേണ്ടി സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല. എന്താണ് അങ്ങേക്ക് വായിക്കാനായത് ആ പ്രതികരണമില്ലായ്മയിൽ നിന്ന്? പ്രതിപക്ഷ നേതാവ്
താങ്കൾ പറഞ്ഞ പോലെ ഇന്ന് പ്രതികരിച്ചില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചു ഇതേ കാര്യത്തിൽ. ഇപ്പോൾ അനിൽ ബോസ് പറഞ്ഞു സ്പോണ്ടേനിയസ് ആയിട്ടാണ്, ഒരു മുന്നറിയിപ്പുമില്ലാതെ നോട്ടീസ് നൽകാതെയാണ് ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. അതല്ല എന്ന് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ, അതായത് ചോദ്യം ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആൾ പക്ഷേ ഇന്ന് മൗനം പാലിക്കുന്നു. ഇവിടെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുമ്പോൾ ഈ SIT-യെക്കുറിച്ച് നമുക്ക് SIT ഈ സ്വാഭാവികമായിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണെന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ പോലും SIT-യുടെ ഇപ്പോഴത്തെ പ്രവർത്തനം ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ള കാര്യം നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഹൈക്കോടതിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം SIT-ക്ക് ചെറിയ ഒരു അവധാനത ഉണ്ടാകുന്ന സമയത്ത് അതിരൂക്ഷമായിട്ട് പ്രതികരിക്കാൻ ഈ കോടതി തയ്യാറായിട്ടുണ്ട്. ഓരോ പ്രവർത്തനവും SIT-യുടെ ഓരോ പ്രവർത്തനവും വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ കോടതി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ ദേവസ്വം ബോർഡിലെ ഒരു മുൻ ദേവസ്വം ബോർഡ് അംഗം അദ്ദേഹം ജീവച്ഛവം പോലെ ആശുപത്രി കിടക്കുമ്പോൾ ദയാദാക്ഷിണ്യത്തിന് ആവശ്യമില്ല. കാരണം ഇതൊരു കള്ളമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ കൃത്യമായിട്ടും അതിരൂക്ഷമായിട്ട് പ്രതികരിച്ച കോടതിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. SIT-ക്ക് ചെറിയ പാളിച്ച വരുമ്പോൾ ആ പാളിച്ചയൊക്കെ നഖശികാന്തം എതിർത്തുകൊണ്ട് വളരെ കടുത്ത രൂപത്തിൽ തന്നെ വിമർശിച്ചുകൊണ്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് SIT-യുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും കോടതിയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് SIT ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമാണെന്ന് അറിയാം. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികരിച്ചില്ല? അപ്പോഴും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞു. പക്ഷേ അത് പറയുകയാണെങ്കിൽ അടൂർ പ്രകാശ് പറഞ്ഞ ഈ പ്രതികരണം, അടൂർ പ്രകാശിൻ്റെ പ്രതികരണം പ്രസക്തമാണ്. അല്ല, മാത്രമല്ല അനിൽ ബോസ് പറഞ്ഞതുപോലെ നോട്ടീസ് പോലും ഇല്ലാതെ വിളിപ്പിക്കുകയായിരുന്നെങ്കിൽ അതല്ലേ അടൂർ പ്രകാശിന്റെ ആദ്യ പ്രതികരണമായി വരേണ്ടത്. എന്നെ ഇതാ നോട്ടീസ് പോലും അല്ലാതെ വിളിപ്പിച്ച് 2.5 മണിക്കൂർ ചോദ്യം ചെയ്യുകയായിരുന്നു എന്ന പ്രതികരണമല്ലേ അദ്ദേഹം പറഞ്ഞത് വളരെ സ്വാഭാവികമായിരുന്നു എന്നാണ്. അസ്വാഭാവികത ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അതെ ഞാൻ പറഞ്ഞ നോട്ടീസ് കിട്ടി. അതായത് പിന്നെ അടൂർ പ്രകാശിനും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പേ തന്നെ അദ്ദേഹം പറഞ്ഞു, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് ചോദ്യം ചെയ്യാൻ പോവാണെന്ന് മനസ്സിലാവുമല്ലോ. അതല്ല എന്നെ ചോദ്യം ചെയ്യുന്നതിന് എന്നാണ് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ അപ്പോൾ പിന്നെ KPC പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. കൃത്യമായിട്ടും ഒരു പേര് പറഞ്ഞു. ആ കോൺഗ്രസ് നേതാവിൻ്റെ പേര് അടൂർ പ്രകാശ് എന്നാണ്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന കാര്യം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം ചോദ്യം ചെയ്യലിൽ പോയ സമയത്തല്ല, അതിനേക്കാൾ 24 മണിക്കൂർ മുമ്പാണ് ഈ പ്രതികരണം ഉണ്ടാകുന്നതെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിന് അറിയാമെങ്കിൽ സ്വാഭാവികമായിട്ടും അടൂർ പ്രകാശ് പറഞ്ഞ പോലെ ഇത് സ്വാഭാവിക പ്രക്രിയയാണ്. SIT വളരെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഘട്ടത്തിൽ SIT-യുടെ ഭാഗത്തുണ്ടാകുന്ന ഇപ്പോൾ തിങ്കളാഴ്ച അവർക്ക് ഇതിൻ്റെ പ്രോഗ്രസ് ഇത് കൊടുക്കണം. കാരണം കുറ്റപത്രത്തിന് മുമ്പേ തന്നെ ഇതുവരെ നടന്ന അന്വേഷണത്തിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാമായി എന്നുള്ള കാര്യം തിങ്കളാഴ്ച കോടതിയിൽ കൊടുക്കേണ്ടതാണ്. ആ സമയത്ത് അടൂർ പ്രകാശിനെ നോട്ടീസ് കൊടുക്കാതെ വിളിപ്പിച്ചാണെന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശ് വെറുതെ വിടില്ലല്ലോ. അദ്ദേഹത്തിന് അഭിഭാഷകൻ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊന്നും വീഴ്ച വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ഫോട്ടോയുടെ കാര്യത്തിൽ നിന്നാവില്ല. കാരണം ആദ്യഘട്ടത്തിലൊക്കെയുള്ള അന്വേഷണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഓരോരുത്തരെയും വിളിച്ച് അതിൻ്റെ ഒരു കേസിനെ രൂപപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് ഏതാണ്ട് കുറ്റപത്രം കൊടുക്കേണ്ട 90 ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും ഇത് പോകുന്നുണ്ടെങ്കിൽ കോടതി തന്നെ പറഞ്ഞ സങ്കീർണമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് നടക്കുന്ന ഓരോ അന്വേഷണവും ഓരോ ചോദ്യം ചെയ്യലും വളരെ കൃത്യമായിട്ടുള്ള ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ആ തെളിവ് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ രേഖ കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ കയ്യിലില്ല. പക്ഷേ SIT-യെ പോലെയുള്ള കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസി ഇനി അങ്ങോട്ടേക്ക്, അതായത് ഇത്രയും വൈകിട്ട് നടക്കുന്ന ഓരോ തെളിവെടുപ്പും അതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ
കാര്യങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് വളരെ ലളിതമായിട്ട് കാണാൻ പറ്റില്ല. അതിൽ എന്തെല്ലാമോ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ മൗനം. ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് മൗനം ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് ഇനി ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത ഒരു ദിവസത്തിലേക്ക് എന്താണ് വരിക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വീണ്ടും അടൂർ പ്രകാശിനെ വിളിപ്പിച്ചേക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം ആ ചോദ്യത്തിലും അദ്ദേഹം ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി അവർ തീരുമാനിക്കും എന്നുള്ളൊരു മറുപടി കൂടി നൽകുന്നുണ്ട്. അതായത് ഒരുപക്ഷെ SIT വീണ്ടും ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വിളിപ്പിച്ചേക്കും എന്നുള്ള സൂചനകളും അവിടെ നിൽക്കുകയാണ്. പക്ഷേ ശ്രീ സജീവൻ, ഇത് അടൂർ പ്രകാശിൽ നിൽക്കില്ല, ഒരുപക്ഷെ കടകംപള്ളിയെ വീണ്ടും വിളിപ്പിക്കുമെന്നുള്ള സൂചനകളും ഈ രൂപത്തിൽ തന്നെ നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർക്കും ഈ പറഞ്ഞ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ പറ്റാത്തൊരു വിഷയമായ സ്വർണ്ണക്കൊള്ള മാറുമോ? തീർച്ചയായിട്ടും അങ്ങനെ വരണം. കാരണം ഇപ്പോൾ നമുക്ക് തന്നെ അറിയില്ല, ഇപ്പോൾ ഇവിടെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ലല്ലോ, ഇപ്പോൾ അതിന് മുമ്പേ തന്നെ അറസ്റ്റിലായിട്ടുള്ള ഇപ്പോഴും അഴിക്കുള്ളിൽ കിടക്കുന്ന വാസുവും ഒക്കെ ഉണ്ടല്ലോ, പത്മകുമാറും ഒക്കെ ഉണ്ടല്ലോ. അവർ ഒരു പാർട്ടിയുടെ ആളുകൾ തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഇത് കോൺഗ്രസ് സ്വർണം കട്ടത് ആരാണെന്നുള്ള കാര്യം ചോദ്യത്തിന് പാട്ട് പാടിയിട്ട് അത് കമ്മ്യൂണിസ്റ്റുകാരാണോ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാരാണോ നമ്മളും അങ്ങനെ കരുതേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ കോടതി അത് പാട്ട് ഒരു തെളിവായിട്ട് എടുക്കില്ല. ഇവിടെ രണ്ട് കൂട്ടർക്കും ഇവരാദ്യം അനിൽ ബോസ് പറഞ്ഞെടുത്താണെങ്കിലും സനോജ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ അത് അവർ അനുകൂലിക്കുന്നു. കാരണം ആര് ചെയ്താലും അത് അവർ ശിക്ഷിക്കപ്പെടണം എന്ന് സനോജും പറഞ്ഞു, അനിൽ ബോസും പറഞ്ഞു. അത് അവിടെ നിർത്തിയാൽ മതി. അല്ലാതെ ഇതിൽ രാഷ്ട്രീയ പ്രേരിത കണ്ടെത്തേണ്ട, ഇതിൽ ഗോളടിക്കാൻ ആരും ശ്രമിക്കേണ്ട. കാരണം ഗോളടിക്കലൊക്കെ കുറ്റപത്രം കൊടുത്തിട്ട് അതിൻ്റെ പ്രോഗ്രസ്സിന് വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ പറയാൻ. കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് വരുമല്ലോ, പ്രതികളാക്കപ്പെടുമല്ലോ. അപ്പോൾ ആ സമയത്ത് പറയും ഗോളടിക്കേണ്ടതൊക്കെ ഗോളടിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സ്വർണം കട്ടവൻ ആരപ്പാന്ന് ചോദിക്കുമ്പോൾ അതിനൊരു പ്രതികരണ മറുപടി ഇവർ പറയേണ്ടതില്ല. ഇതിൽ ഇനി എങ്ങോട്ട് എന്തെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ടും കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഈ അന്വേഷണ ഏജൻസി SIT കണ്ടെത്തും. അതുവരെ ഈ ഞങ്ങൾ ഗോളടിച്ചു, ഞങ്ങൾ ജയിച്ചെന്ന കാര്യം ഇവരാരും പറയുന്നതിൽ അർത്ഥമില്ല. ശരി, രാഷ്ട്രീയമല്ലാത്ത ചില തലങ്ങൾ മഹേഷ് പണിക്കർക്കും ചൂണ്ടിക്കാണിക്കാനുണ്ട്. മഹേഷ് പണിക്കർ, ഇപ്പോൾ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞു ഇരിക്കുകയാണല്ലോ. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങേക്ക് അതല്ലാത്ത ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ടാകും. പോറ്റി പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുന്നു, അതുവഴി പല കാര്യങ്ങളും നേടിയെടുക്കുന്നു എന്നതല്ലേ തെളിയുന്നത്. അതിലേക്ക് SIT പോകുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനം തൊണ്ടി മുതലാണ്. ആ തൊണ്ടി മുതൽ കിട്ടുന്നതിലേക്ക് SITക്ക് ഇപ്പോൾ പോകാനാകുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് അവർ നേരിടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി പോറ്റിയുടെ ഇടപാടുകൾ, പോറ്റിക്കുണ്ടായ സാമ്പത്തിക വളർച്ച അതെങ്ങനെ സാധ്യമായി എന്നതിലേക്കാണ് SIT നീങ്ങുന്നത്. അത് കൃത്യമായി പോറ്റിയുടെ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ടുള്ള കോടതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള അന്വേഷണം എന്ന് പറയുന്നത് പോറ്റിയുടെ ഇടപാടുകളാണ്. ആ ഇടപാടുകളിലേക്ക് എത്തുമ്പോൾ ചില നേതാക്കൾ കൂടി കുടുങ്ങും എന്നല്ലേ മനസ്സിലാക്കേണ്ടത് മഹേഷ് പണിക്കർ? തീർച്ചയായിട്ടും ഈ കുന്തം പോയി കഴിഞ്ഞാൽ കുടത്തിലും തപ്പണമെന്ന് പറയുന്ന ഒരു പഴമൊഴിയുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഈ വക കാര്യങ്ങളെ. കാര്യം ഒരു സാധ്യതയില്ലെന്ന് നമ്മൾ തോന്നുന്ന ചില ഇടപെടലുകളൊക്കെ വളരെ സംശയാസ്പദമായിട്ടുള്ള, അറിയാമല്ലോ, ഈ 2 കോടി രൂപയുടെയും അങ്ങനത്തെയൊക്കെ ചില സാമ്പത്തിക ഇടപാടുകളും അല്ലെങ്കിൽ മറ്റ് കച്ചവട ബന്ധങ്ങളും പോറ്റിക്ക് സത്യം പറഞ്ഞാൽ പോറ്റി ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ ആണെങ്കിലും അയാൾക്ക് എന്താ പറയുക സ്പോൺസറായിട്ടുള്ള വേറൊരു മുഖം, അതുപോലെ റിയൽ എസ്റ്റേറ്റുമായിട്ടുള്ള വേറൊരു മുഖം, അതുപോലെ മഹാപൂജകനായിട്ടും ഈ മറ്റേ രോഗങ്ങളൊക്കെ മാറ്റാനുള്ള ക്യാൻസറൊക്കെ മാറ്റാൻ അത്ഭുത കഴിവുള്ള ചരടുകളൊക്കെ കെട്ടിക്കൊടുക്കുന്ന അത്ര മാന്ത്രിക വിദ്യ അറിയാവുന്ന, അപ്പം അങ്ങനെയൊക്കെ പല തലത്തിൽ അയാൾ പലരെയും പല രീതിയിൽ അയാൾ സംരക്ഷിച്ച് കാലാകാലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അയാളുടെ ഈ കൊള്ളയ്ക്ക് വേണ്ടിയാണ്, പലതരത്തിലുള്ള കൊള്ള നടത്താൻ വേണ്ടിയുള്ള അതിൻ്റെ മറയായിട്ട് അയാൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മറകളിലൊക്കെ ഈ പറഞ്ഞ ഇടപെടലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. SIT ഇപ്പോൾ ആ രീതിയിൽ തന്നെ അന്വേഷണം വളരെ സ്ട്രോങ് ആയിട്ട് പോവുകയാണ്. അപ്പം ആ രീതിയിലുള്ള ഇതുവരെയുള്ള സംശയമുള്ള അല്ലെങ്കിൽ പോറ്റിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ ആ വൈരുദ്ധ്യം വെച്ചിട്ട് അവരൊക്കെ അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ കാരാഗ്രഹത്തിലേക്കോ ഒക്കെ
നീങ്ങാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അതിനെക്കാട്ടിൽ അതിൻ്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പോറ്റി ഈ ശബരിമലയിൽ അയ്യപ്പൻ്റെ മുതൽ കട്ടുകൊണ്ട് എങ്ങനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്, ആ പണം അത് വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടിയിട്ടുള്ള പണം ആരൊക്കെയാണ് അതിൻ്റെ പങ്ക് മേടിച്ചിരിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ പങ്ക് മേടിച്ചിരിക്കുന്ന ആരൊക്കെയാണ്, അല്ലെ ആ പണങ്ങൾ എവിടെയൊക്കെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ മറ്റെന്തെങ്കിലും രീതിയിലാണ് അവരത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള അറിവിലേക്കുള്ള അന്വേഷണമായിട്ടാണ് ഇതിനെയൊക്കെ കാണേണ്ടത്. ഇങ്ങനെ തന്നെയാണ് പോകേണ്ടതും. അതിനകത്ത് ഇപ്പം രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് പോറ്റിയെ കയറ്റിയെന്നോ മറ്റേ അങ്ങനെ തർക്കങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് വെറും എന്താ പറയുക ആപേക്ഷികമായിട്ടുള്ള തർക്കങ്ങളായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. എല്ലാവരും പോറ്റി ഒരു 10-20 കൊല്ലമായിട്ട് അവിടെ നടത്തിയ സീരിയസ് ആയിട്ടുള്ളൊരു കുറേ ക്രൈമുകളാണ്, കൊടിമരം മണി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അത് പല രാഷ്ട്രീയക്കാരും ഉണ്ട്. രാഷ്ട്രീയക്കാരല്ലാത്ത സമയത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലുള്ള സമയത്തേക്കും ഈ പോറ്റിയുടെ ഇടപെടലുകൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ മാത്രം വെച്ചോണ്ട് ഈ പോറ്റി എന്ന് പറഞ്ഞ ഇത് അല്ലെങ്കിൽ തന്ത്രി എന്ന് പറഞ്ഞ ഇത് അവരുടെ ഒരു പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഇതൊക്കെ ആദ്യമേ അവരൊരു ടീം എങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശ്വാസപരമായിട്ടുള്ള സാധനങ്ങൾ, ഈ പറഞ്ഞ കട്ടള കഥകൾ അല്ലെങ്കിൽ ആൻറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസപരമായ മറ്റു കാര്യങ്ങൾ, ഈ വക കാര്യങ്ങളൊക്കെ എങ്ങനെ കച്ചവടം ഉണ്ടാക്കാം, ഇതിൽ നിന്ന് എങ്ങനെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം എന്നുള്ളൊരു ഒരു നല്ലൊരു റിസർച്ച് നടത്തി അതിനൊരു നല്ലൊരു ഫ്രെയിമും കവറപ്പും ഒക്കെ ചെയ്തിട്ട് ജയറാമിനെ പോലുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു ബ്രാൻഡിങ്ങും ഒക്കെ നടത്തി അന്യ സംസ്ഥാനത്തിലുള്ള ആന്ധ്രക്കാരെയും കർണാടകക്കാരെയും അങ്ങനെയൊക്കെയുള്ള അമിത വിശ്വാസമുള്ള ആൾക്കാരിലൊക്കെ നല്ലതായിട്ട് ചെന്നിട്ട് നല്ല രീതിയിൽ ഇയാൾ ഇവിടുത്തെ മഹാതാന്ത്രികനാണെന്നുള്ള വിശ്വസിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു സിനിമാ കഥ തിരക്കഥ എഴുതുന്ന പോലെ ഫുൾ അയാൾ പ്ലാൻ ചെയ്ത, ഇപ്പം തന്നെ ഈ പുറത്തിറങ്ങിയിട്ടും അയാളെ ചിരിച്ച മുഖത്തോടെ വരുന്ന അയാൾ വെൽ പ്ലാൻഡ് ആണ്. അപ്പോൾ അത് പൊളിക്കാനായിട്ട് SIT വളരെ അതിനപ്പുറത്തെ പ്രയത്നം എടുത്തേ പറ്റൂ. അപ്പോൾ അതിനകത്ത് ഇയാളുടെ ബന്ധങ്ങളിലുള്ള ചിലപ്പം ചിലത് സത്യമാകാം, ചിലത് സത്യമല്ലാതാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കച്ചവടങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാകാം. പക്ഷേ അവരെ എല്ലാം ഈ പറഞ്ഞ സംശയത്തിൻ്റെ മുനയെ കൊണ്ടുവന്ന് അവരെ ചോദ്യം ചെയ്ത് അങ്ങനെ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പാളികൾ തിരിച്ചു കിട്ടണം. പാളികൾ തിരിച്ചു കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ യഥാർത്ഥ ഇതിലേക്ക് എത്താൻ പോകും. അപ്പം SITക്ക് ഏത് വഴികൾ സ്വീകരിക്കുന്നതിനകത്തും യാതൊരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ തന്ത്രിയൊക്കെ മാറ്റുന്ന രീതിയിലേക്കും അതിനും തടസ്സമില്ല, മനപ്രയാസമില്ല, അങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ, അതായത് മൊത്തം ഒരു ശുദ്ധീകരണം അവിടുത്തെ ആ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഉത്തരവാദിത്തത്തിലും ആ സ്വാമി അയ്യപ്പൻ തന്നെ അതൊരു മൊത്തത്തിൽ അവിടെ ഇപ്പം നെയ്ക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട ഒരു സുനിൽകുമാർ പോറ്റി എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ച അയാളും കാരാഗ്രഹത്തിലാണ്. അതും 10-45 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ്. വേറെ ഒരു 2018-19 കാലഘട്ടത്തെ ഒരു സംഭവത്തിന് ഈ മറ്റേ അവരാണെങ്കിൽ ഒരു കുറേ പൈസ 45 ലക്ഷം 50 ലക്ഷം രൂപയുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവത്തിന് അത് മൊത്തത്തിൽ ഒരു 75-ാം വാർഷികം, ഇപ്പോഴത്തെ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ട് 75-ാമത്തെ വാർഷികം വരുന്ന സമയത്ത് മൊത്തം ഒരു ശുദ്ധികലശം അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യവും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ഇപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മലയാള മനസ്സിനകത്ത് മൊത്തത്തിൽ അയ്യപ്പ ഭക്തിയുടെ ആ വിശ്വാസത്തിൻ്റെ ഒക്കെ ഇതിനകത്ത് ഇതുപോലത്തെ കുറേ കരടുകളെ കൂടെ മാറ്റി അതൊന്ന് ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ രീതിയിലാണ് ഈ അന്വേഷണം പോകുന്നത് തന്നെയാണ് ആ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വക ഇതുപോലത്തെ ഇനിയും തുടർ ദിവസങ്ങളിലും ഇതുപോലത്തെ പല അന്വേഷണ രീതികളും നമ്മൾ കാണേണ്ടി വരും. അപ്പം അതിലൊന്നും അസ്വാഭാവികതയോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും താല്പര്യം സംരക്ഷിക്കാനാണെന്നൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. കാര്യം അത് അതിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു നടപടിക്രമം എന്നുള്ള രീതിയിൽ ഈ തൊണ്ടിമടൽ കിട്ടുക എന്നുള്ളത് മാത്രമുള്ള ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് അവർ പോകുന്നത്. അതിനുവേണ്ടി എന്ത് മാർഗവും ഈ പറഞ്ഞ അകത്തുള്ളവരും പുറത്തുള്ളവരും അല്ലെ ഇനിയും പെടാത്തവരും അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നൊക്കെ കൂടുതൽ മൊഴികൾ കിട്ടുകയും കൂടുതൽ തെളിവുകൾ കിട്ടിയാൽ ED കൂടെ സഞ്ചരിച്ച് മാത്രമേ ഇത് കിട്ടാൻ പറ്റൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പാളി വിറ്റിട്ടുള്ളതാണ്, വിശ്വാസക്കൊള്ളയമായിട്ട് വിറ്റിട്ടുള്ളതാണ്, അത് ഉറപ്പാണ്. അത് SITക്ക് ഉറപ്പാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനും ഉറപ്പാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ SIT കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് അതൊരു മെയിൻ ക്രൈം ചെയ്തിട്ടുണ്ട്, അവിടെ ക്രൈമിൻ്റെ തെളിവുകൾ അവിടെ ഉണ്ട്. അപ്പം ആ ഒരു തെളിവുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് പക്ഷേ ഈ തൊണ്ടി കിട്ടിയിട്ടില്ല. അത് അവരുടെ ഒരു അന്വേഷണത്തിൻ്റെ അത് എത്താൻ പറ്റും. ഇവർ അതുപോലെ അതിനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കവർ പൊളിച്ച് ഇതിനകത്തെ സാമ്പത്തികം എവിടെയാണ്, ആരാണ് ഇതിനകത്ത് പണം മുടക്കിയിരിക്കുന്നത്, ആർക്കാണ് ഇതിനകത്ത് സാമ്പത്തിക ലാഭം, അല്ലെ അയ്യപ്പൻ്റെ വിശ്വാസം കൂടുതലായിട്ട് എന്താ പറഞ്ഞ ഇവർ വിലയ്ക്ക് മേടിച്ചിരിക്കുന്ന ആരാണ്, അപ്പം ആ ഒരു ഇടത്തിലേക്ക് എത്തി അതിനെ പൊളിച്ച് ആ സാധനം തിരിച്ചു വരിക എന്നുള്ള രീതിയിൽ ഇവരുടെ അന്വേഷണത്തെ നമ്മൾ പൂർണ്ണമായും എന്താ പറയുക ഇത് ചെയ്യേണ്ടതാണ്. ശരി, തീർച്ചയായിട്ടും അനിൽ ബോസ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരുന്നല്ലോ. സാധാരണഗതിയിൽ വിളിപ്പിക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ. പുറത്തിറങ്ങിയ ശേഷം ഇന്നലെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ അടൂർ പ്രകാശുമായുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത തേടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നോട്ടീസ് നൽകി അടൂർ പ്രകാശിനെ വിളിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അപ്പുറത്ത് ഒരുമിച്ചിരുത്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരുമിച്ചിരുത്തിയെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതേ സ്ഥലത്ത് തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെ പോറ്റിയെയും ഇരുത്തുകയാണ്. അടൂർ പ്രകാശ് പറഞ്ഞ കാര്യങ്ങളിൽ അപ്പോൾ വ്യക്തത അപ്പുറത്തൊന്നും ചോദിച്ചെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തുക എന്നതിലേക്കാണ് SIT കടന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപ്പട്ടികയിലേക്കൊന്നും വന്നു എന്നൊന്നും ഇതിനർത്ഥമാക്കുന്നില്ല. പക്ഷേ ഒരു ചോദ്യം ചെയ്യൽ എന്ന രൂപത്തിൽ അത് 2.5 മണിക്കൂർ നീണ്ടു എന്നുള്ള നമ്മുടെ മുന്നിലൊരു കാര്യമാണ്.
ഇനിയും വിളിപ്പിച്ചേക്കാമെന്നുള്ള സാധ്യതയും അവിടെ നിൽക്കുന്നു. അപ്പോൾ കോൺഗ്രസ് അതിനെ ആ രൂപത്തിൽ കാണുന്നുണ്ടോ? ഇപ്പോൾ UDF കൺവീനർ എന്ന നിലയ്ക്ക്, കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് ആണോ അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്? അഡ്വക്കേറ്റ് അനിൽ ബോസ്. അല്ല, ഇതിൻ്റെ അകത്ത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ ഇത്. വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടലോടുകൂടി കാണുന്ന ഒരു സംഭവമാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണത്തെ ഞങ്ങളാരും ചലഞ്ച് ചെയ്തിട്ടില്ല. അപ്പോഴും ഇപ്പോഴും ഒന്നും ചലഞ്ച് ചെയ്തില്ലല്ലോ. ഞങ്ങളാരെങ്കിലും ചലഞ്ച് ചെയ്തോ? ചലഞ്ച് ചെയ്തിട്ടില്ല. അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. പിന്നെ ഈ അടൂർ പ്രകാശ് 2010-ലാണ് 2011-ലാണെന്നൊക്കെ ഈ CPM പ്രതിനിധി ചർച്ചയിൽ പറയുന്ന കേട്ടാൽ തോന്നും ഇദ്ദേഹമാണ് അവിടെ രജിസ്റ്ററിൽ കാര്യങ്ങളൊക്കെ എഴുതി ടൈമൊക്കെ എടുത്ത് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നതെന്ന് തോന്നും. ഇതൊക്കെ വളരെ കൃത്യമായി ഇപ്പം സോണിയാഗാന്ധിയുടെ വീടാണെങ്കിലും അത്തരം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വരുന്നതിനെ സംബന്ധിച്ച് അല്ല, ഇത് കേൾക്കൂ മുൻമുനയിൽ നിർത്താൻ ശ്രമിച്ചു എന്ന ധാരണയിലാണ് ഞാൻ ഇടപെട്ടത്. ഞാൻ പറയട്ടെ, ഇത് കേൾക്കൂ. 2019 മാത്രമാണ് അടൂർ പ്രകാശ് MP ആകുന്നത്. മനസ്സിലായില്ലേ? 2019 മാത്രമാണ്. അപ്പം അതിനു മുമ്പ് അദ്ദേഹം MLA ആയിരുന്നു, മന്ത്രിയായിരുന്നയാളാണ്, രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം അങ്ങനെ ഡൽഹി വിസിറ്റൊന്നും പോകുന്ന ആളല്ല. പാർലമെൻറ്റ് അംഗമായതിനു ശേഷമാണോ അല്ലയോ എന്നുള്ളത് രജിസ്റ്റർ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അന്വേഷിക്കട്ടെ എന്ന് SITക്ക് അന്വേഷിക്കാമല്ലോ. ഇനി ഏത് തീയതിയിലാണ് പോയത്, ആരാണ് അപ്പോയിൻമെൻ്റ് എടുത്തത്, അവരന്വേഷിക്കട്ടെ. അല്ല ഞാനിവിടെ ഇരുന്നുകൊണ്ട് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ അപ്പോയിൻമെൻറ്റ് കൊടുത്ത ഇന്നയാളാണ് അല്ലെങ്കിൽ ഇന്ന നേതാവാണ്, അങ്ങനെയൊക്കെ നമുക്കെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഒരു അന്വേഷണത്തിലിരിക്കുന്ന കാര്യം SITക്ക് എവിടെയും അന്വേഷിക്കാമല്ലോ. അത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി നിങ്ങൾ അന്വേഷിക്കുന്നേ, ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ ആ കാര്യത്തിൽ. ഒരു പാർട്ടിക്കെതിരെ അല്ലെ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ അലിഗേഷൻ ഉയർന്നു വരുമ്പോൾ ഞങ്ങളതിനെ വേണ്ടാന്നല്ലല്ലോ പറയുന്നേ. ത്രൂ പ്രോപ്പർ വേ നിങ്ങൾ അന്വേഷിക്കുക. അടൂർ പ്രകാശിനെ കുറിച്ചോ മറ്റേതെങ്കിലും നേതാക്കളെ കുറിച്ചോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി രജിസ്റ്റർ എടുക്കുമോ, ചോദ്യം ചെയ്യുമോ, മൊഴിയെടുക്കുമോ നിങ്ങൾ ചെയ്യുന്ന ഇതും കൂടി ഞങ്ങൾ ചെയ്യണോ? ഞങ്ങളെല്ലാത്തിനും സഹകരിക്കാൻ തയ്യാറാണ്. ശബരിമല പോലൊരു വിഷയത്തിൽ സഹകരിക്കാൻ തയ്യാറാണ്. അദ്ദേഹം സംസാരിച്ചല്ലോ, കോൺഗ്രസ് നേതാക്കൾ, പ്രയാർ ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാക്കൾ, അടൂർ പ്രകാശ് എന്നൊക്കെ പറഞ്ഞ് രാഘവൻ എന്ന് മാത്രം പറഞ്ഞല്ലോ. രാഘവന് രാഷ്ട്രീയമില്ലേ? നിങ്ങൾ 2 പ്രാവശ്യം ഈ ചർച്ചയിൽ ഉപയോഗിച്ചല്ലോ രാഘവൻ CPM നേതാവാണെന്നുള്ള പറയണ്ടേ നിങ്ങൾ? അപ്പം അത് പറയുമ്പോഴാണ് അതിന് ജെനുവിനിറ്റി ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അടൂർ പ്രകാശിൻ്റെ കൂടെയുള്ള ചിത്രങ്ങൾ വെച്ച് അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ വിളിക്കുമ്പോൾ പിണറായി വിജയൻ്റെ ചിത്രങ്ങളുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴി കൂടി എടുക്കുമ്പോൾ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാവും. അതുപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ പേര് പറയുന്ന കൂട്ടത്തിൽ CPM നേതാവായ രാഘവൻ എന്ന് പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യത ഉണ്ടാവും. അത് നിങ്ങൾ പറയുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇവിടെ ഞാൻ ശ്രീ സജീവൻ പൂർണ്ണമായി യോജിക്കാം. അല്ലല്ല അനിൽ ബോസേ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ല. ഞാൻ ക്ലാരിറ്റി വരുത്താൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായ ആളാണ്. ഞാൻ വഴങ്ങാൻ തയ്യാറാണ്. ഞാൻ പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അല്ല, ബഹളമില്ലാതെ പോകല്ല. ഞാൻ എന്നെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ശ്രമിച്ചു എന്ന ധാരണയിൽ ഒന്ന് ഇടപെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായി. അദ്ദേഹം അതിന് വഴങ്ങിയില്ല. അത്രയും സമയം അങ്ങ് സംസാരിച്ചുകൊണ്ടാണ് അങ്ങേക്ക് 17 മിനിറ്റ് തന്ന ശേഷം അദ്ദേഹം തുടങ്ങിയിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ശ്രീ അനിൽ ബോസ് ഒന്ന് കേൾക്കൂ. അല്ല, ഞാൻ ഒന്ന് കേൾക്കൂ. 17 മിനിറ്റ് ഇപ്പോഴും അല്ല, അത് ഞാൻ കൊടുത്ത സമയമാണല്ലോ. അത് അദ്ദേഹത്തിന് അതിൽ കുറ്റമില്ല. ഞാൻ കൊടുത്തതാണ് ആ സമയം. അങ്ങ് പറയൂ ശ്രീ സനോജ്. എന്നോട് ചോദിക്കുന്നതിന് ഞാൻ മറുപടി ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും തടസ്സപ്പെടുത്തത്തില്ല. നിങ്ങൾ എനിക്ക് വഴങ്ങിയിരുന്നെങ്കിൽ ഞാൻ അതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾക്ക് വഴങ്ങി തന്നേനെ. സനോജ് എനിക്ക് 1 സെക്കൻഡ് വഴങ്ങിയിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് വഴങ്ങി തന്നേനെ. നിങ്ങൾ എന്റെ സമയമാണ്, ഞാൻ വഴങ്ങുന്നില്ല. ഞാൻ വഴങ്ങുന്നില്ല. എന്റെ സമയമാണ്, എന്നോടാണ് ചോദ്യം. രാഘവന്റെയും സാന്നിധ്യം ആ ഫോട്ടോയിലുണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ വഴങ്ങില്ലെന്ന് എനിക്കറിയാം, കാരണം ഇത് പൊളിഞ്ഞു പോവല്ലോ. അല്ല, CPM 2019 ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് രാഘവന്റെ പേര് പറയുമ്പോൾ CPM നേതാവാണെന്ന് തുറന്നു പറയാൻ അങ്ങ് തയ്യാറായില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ശ്രീ അനിൽ ബോസ് പൂർത്തിയാക്കാം. അതൊന്നല്ല, വളരെ കൃത്യമാണ്.
കോൺഗ്രസ് നേതാക്കളെല്ലാം കള്ളന്മാരാണ്, കോൺഗ്രസ് നേതാക്കളാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ CPM-ന്റെ ദേവസ്വം ബോർഡ് മെമ്പറുടെ പേരോടെ മെൻഷൻ ചെയ്യണമായിരുന്നു. ജയിലിൽ കിടക്കുന്ന CPM ശരി, ആ വർഷമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നോക്കൂ, ആ വർഷമാണ് ചൂണ്ടിക്കാണിച്ചത്. വർഷമാണ് ചൂണ്ടിക്കാണിച്ചത്. വർഷം 2019 അല്ല എന്ന് അനിൽ ബോസ് പറഞ്ഞോളൂ. ഞാൻ സംസാരിക്കുമ്പോൾ ക്ലിയർ ആണ്. അനിൽ ബോസ് പൂർത്തിയാക്കൂ. ഞാൻ അല്ല, എന്റെ അവസരമാണ്, അതെ, അങ്ങ് എന്റെ പറയൂ. അവസരമാണ്. അതെ, പറയൂ. ഞാൻ പറഞ്ഞത് നമ്മളൊരു വിഷയത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെന്ന് ആഗ്രഹിക്കുകയും ശബരിമലയിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ കൂടി ഇതിനെ വളരെ പോസിറ്റീവായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വിചാരമുള്ള ആളാണ് ഞാൻ. അങ്ങനെ വിചാരിക്കുന്ന സന്ദർഭത്തിൽ സ്വതന്ത്രമായ അന്വേഷണം നടക്കട്ടെ. ഞാൻ ഈ ചർച്ചയിൽ പോലും പറഞ്ഞത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ ആ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അവരെ കയ്യാമം വെക്കാൻ, മാതൃകാപരമായി ശിക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. അങ്ങനെ ഒരു തെറ്റ് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെന്നേ കോൺഗ്രസ്. ഇപ്പൊ പത്മകുമാറിനെ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോഴും വെച്ചിരിക്കുന്നത് പോലെ വെച്ചോണ്ടിരിക്കില്ല കോൺഗ്രസ്. തർക്കമൊന്നും വേണ്ട. അല്ല, ഞാൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ നടപടി സ്വീകരിക്കേണ്ട. അതേസമയം എന്തായാലും ജയിലിൽ കിടക്കുമ്പോൾ പോലും പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്ത CPM-ന്റെ നടപടികൾ ഞങ്ങൾ തുടരില്ല. ഞങ്ങൾ കൃത്യമായ നടപടി സ്വീകരിക്കും. അതാണ് അറിയേണ്ടത്. നിങ്ങൾ വളരെ വേഗം തന്നെ നടപടിയിലേക്ക് കടക്കും. ഞാൻ എന്താ പറയേണ്ടത്? ഇതിൽ കൂടെ എന്താണ് കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും അറസ്റ്റിലായി ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ആ പാർട്ടിയിൽ ഉണ്ടാകില്ല ആ നേതാവ്, അത് എത്ര വലിയ നേതാവാണെങ്കിലും എന്നാണ് അനിൽ ബോസ് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പറയുന്നത്. ശ്രീ സനോജ്, 4 നേതാക്കൾ, 4 CPM-കാരെങ്കിലും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്. ഒരാൾ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നുണ്ട്. കുറ്റപത്രം വരെ കാക്കുന്നു എന്ന് പറയുന്നിടത്താണ് കോൺഗ്രസ് ഈ വാദം പറയുന്നത്. അതിന് മറുപടി നൽകൂ. ചോദ്യം കേൾക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ. കോൺഗ്രസിന്റെ നെഞ്ചത്തോട്ട് വരാതെ നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറ. അദ്ദേഹം പറയട്ടെ. CPM നേതാക്കളുടെ അതിനെ കുറിച്ചുള്ള മറുപടി പറ. നിങ്ങൾ എനിക്കറിയാം ചർച്ച അലമ്പാക്കല്ലേ. ഞാൻ പറയുന്നത് ഒറ്റ കാര്യം, കൂടിക്കാഴ്ചയുടെ ചിത്രം ഏത് വർഷത്തെ ചിത്രമാണ് അനിൽ ബോസെ? എന്താ നിങ്ങൾ പറയാൻ മടി? നിങ്ങൾക്ക് തെരുവിലിട്ട് ചർച്ചയിലേക്ക് പറഞ്ഞൂടെ? നിങ്ങളിപ്പോൾ പറയുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾ പറഞ്ഞു അത് 2025 ആഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ആ ധൈര്യം നമ്മൾ കാണിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായുള്ള ചിത്രം 2025 ആഗസ്റ്റിലാണ് എന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങളുടെ സോണിയാഗാന്ധിയുടെ ചിത്രം ഏത് കാലത്താണ് എന്ന് നിങ്ങൾ പറ. സോണിയാഗാന്ധിയുമായി ശ്രീ വി കെ സനോജ്, ഇതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒന്നും CPM-ന്റെ നിലപാടല്ല എന്നാണ് CPM ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ആവർത്തിച്ച് സോണിയാഗാന്ധി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ നിലപാടല്ല താങ്കളടക്കമുള്ളവർക്ക് എന്നാണോ ഞാൻ മനസ്സിലാക്കുന്നത്? സോണിയാഗാന്ധി സ്വർണം കട്ടു എന്നല്ല പറഞ്ഞത്. സോണിയാഗാന്ധി സ്വർണം കട്ടു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താ പ്രശ്നം? അല്ല സ്മൃതി, എവിടെ എന്താ പ്രശ്നം? 2019 അടൂർ പ്രകാശ് ആദ്യമായി കാണുന്നത്. അടൂർ പ്രകാശ് പച്ചക്കള്ളം പറഞ്ഞു. ശിവൻകുട്ടി ഉത്തരവാദമുള്ള മന്ത്രി, ഉത്തരവാദിത്തത്തോടെ മന്ത്രി സഭയ്ക്കകത്ത് പറഞ്ഞതാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം, സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞത് ശിവൻകുട്ടിയാണ്, മന്ത്രി ശിവൻകുട്ടിയാണ്. ശ്രീ സനോജ്, സോണിയാഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ച ഇന്നേ തീയതിയാണ് എന്ന് സനോജ് അങ്ങ് പറയുന്നു സോണിയാഗാന്ധിയല്ല സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തിച്ചതിനെ കുറിച്ചാണെന്ന് അങ്ങ് പറയുമ്പോൾ എന്തിനാണ് മന്ത്രി ശിവൻകുട്ടി സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണം, റെയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞ ശ്രീ അനിൽ ബോസ്? പ്ലീസ് അദ്ദേഹം പറയട്ടെ. സനോജ്, എന്റെ സ്മൃതി, ഞാൻ ഈ ചർച്ചയിൽ വരുമ്പോൾ ഞാൻ ആദ്യം പ്രതീക്ഷ എന്താ അറിയുമോ? നിങ്ങളുടെ ചാനൽ റിപ്പോർട്ടറെ ഇന്ന് അധിക്ഷേപിച്ചു അല്ലേ? നിങ്ങളുടെ ചാനലിലെ ഒരു പ്രത്യേക പേര് ചേർത്ത് വിശേഷം കൊടുത്തു. നിങ്ങൾ എന്താ അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം പല രൂപത്തിൽ സനോജ് പലയിടത്തുനിന്നായി വരുന്നുണ്ട്. സനോജ്, അതിനൊന്നും മറുപടി പറയേണ്ടതില്ല. വാർത്ത നൽകുക, വാർത്തയിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നതിൽ ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും. ശ്രീ വി കെ സനോജ് ക്ലാരിറ്റിക്ക് വേണ്ടി പറയാണ്. സനോജ്,
സനോജ് മാധ്യമപ്രവർത്തനം സനോജ് എത്ര മോശമായിട്ടാണ് ക്ലാരിറ്റിക്ക് വേണ്ടി പെരുമാറുന്നത്? പറയുകയാണ്. നിങ്ങൾ ചാനൽ ഇതിൽ പൂട്ടിക്കൊണ്ടുപോകുന്നില്ലേ? രാഷ്ട്രീയ നിങ്ങൾ ചാനൽ വ്യത്യാസമില്ലാതെ പൂട്ടിക്കൊണ്ടുപോകുന്നില്ലേ? മാധ്യമപ്രവർത്തകരെ നിങ്ങൾ ചാനൽ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകരെ അതിനെക്കുറിച്ച് അധിക്ഷേപിക്കാനും നിങ്ങൾക്ക് നാവ് ചോദ്യങ്ങൾ നിരാകരിക്കാനും നിങ്ങൾക്ക് നാവ് നിങ്ങൾ സോണിയാ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പെട്ടവർ ആവേശം ശ്രമിക്കുന്നുണ്ട്. കൊള്ളുക. വി കെ സനോജ്, നിങ്ങൾ എല്ലാവരും നിങ്ങൾ പെട്ടവർ അധികം ശ്രമിക്കുന്നുണ്ട്. വർത്തമാനം പറയണ്ട. സോണിയാ അല്ലല്ല, ഗാന്ധിയെ പറയും കുറിച്ച് മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്ക് അപമാനിക്കാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ചാനൽ പറയാതിരിക്കാനും റിപ്പോർട്ടർ അധിക്ഷേപിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങുന്ന നേതാക്കൾ നിങ്ങൾ രണ്ടു കൂട്ടർക്കിടയിലും ഉണ്ടെന്നേ. ഇന്ന് നടന്നതിനെക്കുറിച്ച് പറ. അതങ്ങനെ ആ വഴിക്ക് പോട്ടെ. ഇന്ന് നടന്നതിനെക്കുറിച്ച് അത് പറ. ഞങ്ങളുടെ വിഷയമല്ല. ഞാൻ പറയുന്നത് ഇന്ന് ചോദ്യങ്ങൾ ഉയരുക നടന്നതിനെക്കുറിച്ചാ. തന്നെ ചെയ്യും. ഇന്ന് ഉത്തരങ്ങൾ അങ്ങനെ പറയാൻ പോട്ടെ എന്ന് പറ്റുമെങ്കിൽ പറയാൻ പറയുക. കഴിയില്ല. നിങ്ങളുടെ ഞാനിപ്പോ മറുപടി ഇവിടെ സോണിയാ കിടക്കുകയും ഗാന്ധിയെ ചെയ്യും. കുറിച്ച് നിങ്ങൾ നാല് നേതാക്കൾ ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ച് മറുപടി പറ. ചോദിച്ചല്ലോ. ആ നിങ്ങള് ചാനൽ റിപ്പോർട്ടറെ ഇന്ന് പരസ്യമായി അധിക്ഷേപിച്ച് നിങ്ങളുടെ ചാനൽ മുതലാളിയെ ആക്ഷേപിച്ച് വിട്ടല്ലോ ഈ അടൂർ പ്രകാശ്. എന്നിട്ട് ആ അടൂർ പ്രകാശ് പറഞ്ഞ പച്ചക്കള്ളം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കുമ്പോ അതിനോട് ചേർന്ന് ചോദിക്കല്ലേ നിങ്ങൾ? അല്ലേ? ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. 2019 പോറ്റിയെ ആദ്യമായി കണ്ടു, ഒരു വോട്ടർ എന്നതിൽ കണ്ടു എന്ന് പറഞ്ഞ അടൂർ പ്രകാശിന്റെ പച്ച കള്ളം പൊളിഞ്ഞടുങ്ങി അല്ലേ? 2019 പുറത്തു വിട്ടു. 2019 എന്നതല്ല, 2019 മുൻപ് എന്നതിന്റെ തെളിവാണ് ഇതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെയാണ് ഈ രാഘവന്റെ അടക്കമുള്ള പേരുകൾ പറഞ്ഞിരിക്കുന്നത്. അല്ല, അന്വേഷിക്കട്ടെ എന്നുള്ളത് എല്ലാവരും പറയുന്നതാണ്. സ്മൃതി ചിത്രം വ്യക്തമല്ലേ? കള്ളം പറഞ്ഞു എന്ന് തെളിയുന്നില്ലേ? കള്ളം പറഞ്ഞു എന്ന് തെളിയുന്നില്ലേ? പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്തെ ചിത്രമല്ലേ? ഇല്ല, ഞാൻ ചിത്രം എടുക്കാൻ പറ്റും. അതെ, ശ്രീ സനോജ് പ്ലീസ്, അതേ പറയട്ടെ. സനോജ് പറയട്ടെ. സ്മൃതിയുടെ ചോദ്യം എന്നോടാണോ? അതെ, പറയൂ, അങ്ങ് പറയൂ. സ്മൃതിയുടെ ചോദ്യം എന്നോടാണോ? അതെ, കളവ് പറഞ്ഞു. അടൂർ പ്രകാശ് കളവ് പറഞ്ഞു. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ഇവിടെ ഇത് കേൾക്കൂ. അടൂർ പ്രകാശ് കളവ് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കണമെങ്കിൽ എങ്ങനെ വിശ്വസിക്കണം? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷിച്ച കുറ്റപത്രം ബൈറ്റൊക്കെ ഉണ്ടെന്നേ, അതൊക്കെ അറിയാം. ഇത് കേൾക്കൂ. അദ്ദേഹം പറഞ്ഞു 2019 ഞാൻ മത്സരിക്കാൻ വേണ്ടി വന്നപ്പോ ഒരു വോട്ടർ എന്ന നിലയിൽ എന്റെ മണ്ഡലത്തിൽ ഒരു വോട്ടർ എന്ന നിലയിൽ ഞാൻ പരിചയപ്പെട്ടു എന്ന് പറയുന്നു. നോക്കൂ, ഇതാദ്യമേ ചോദിച്ച ചോദ്യമാണല്ലോ. സനോജ് അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന് ന്യായമുണ്ടെന്ന് കേൾക്കണ്ടേ? സനോജ് വെയിറ്റ് ചെയ്യൂ. അനിൽബോസ് പറയൂ. അല്ല, അനിൽബോസ് പറയൂ. കളവ് പറഞ്ഞു അടൂർ പ്രകാശ്. നോക്കൂ അനിൽബോസ്, അടൂർ പ്രകാശ് കളവ് പറഞ്ഞു, ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള നിലയിൽ ഒരിക്കലും പറഞ്ഞിട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം കളവ് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കറിയില്ല. നിലയിലാണെങ്കിലും ഇത് കേക്കൂ സ്മൃതി. ഇത് കാണിക്കൂ സ്മൃതി. അല്ല, ഇത് കേക്കൂ. ചർച്ചയില് പേത്തരം കാണിക്കാതെ ചർച്ച. അയ്യോ, ഇതിനേക്കാൾ മുന്നേ പ്രദർശിപ്പിക്കാൻ വളരെ കൃത്യമായി. എന്താ ഇത് സ്മൃതി? ഹലോ തീർന്നു? അനിൽബോസ് പറഞ്ഞോളൂ. കട്ടായോ? ഇല്ല, കട്ടായിട്ടില്ല. അങ്ങ് പറയൂ. ഹലോ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് SIT എന്ന് പറയുന്ന ഒരു ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഓരോ തീയതിയും നമ്മൾ ഇവിടെ നിന്ന് ചർച്ചയിൽ പറഞ്ഞു. എനിക്ക് ഏതൊക്കെ ദിവസം ആരെയൊക്കെ കണ്ടെന്ന് ഞാൻ തീയതി കുറിച്ച് വെക്കുന്നത്? എനിക്ക് അങ്ങനെ തീയതി വെച്ച് വർത്താനം പറയാൻ ബഹുമാനമാണ്. അതെ, വർഷമായിക്കോട്ടെ, തീയതി ആയിക്കോട്ടെ. എങ്ങനെയാണ് ഒരു ചർച്ചയിൽ വന്ന് പങ്കെടുക്കുന്ന ഒരാൾക്ക് ഏതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല. അല്ല, നല്ല ഭാഷയല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്?
ഒരു മിനിമം അനിൽ ബോസേ, മര്യാദയില്ലേ? നമുക്ക് ഇടോ പോടോ ഒന്നും വിളിക്കാൻ അനിൽ ബോസേ, കൂടുതൽ ഞാൻ തെളിവുകൾ പറഞ്ഞത് പുറത്ത് വരുമ്പോൾ ഞാൻ നിങ്ങൾ ഈ അസ്വസ്ഥപ്പെട്ട് ചർച്ചയിൽ കാര്യമില്ല. തുടക്കത്തിൽ പറഞ്ഞെന്താ? ഇടോ പോടോ എന്നൊക്കെ ഞാൻ ഈ KPCC ഓഫീസിൽ ചർച്ചയിൽ പറഞ്ഞാൽ മതി. സ്മൃതി, ഞാൻ ഈ ചർച്ചയിൽ ഇടോ പോടോ എന്നൊക്കെ തുടക്കം KPCC മുതൽ ഓഫീസിൽ പറഞ്ഞാൽ മതി. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു അതൊക്കെ അവിടെ മതി. കാര്യമാണ്, വളരെ കൃത്യമായി പറയുന്നു. അതൊക്കെ നിന്റെ കോൺഗ്രസ് സതീശനോട് പറഞ്ഞാൽ മതി. പാർട്ടിയുമായോ ഐക്യജനാധിപത്യ മുന്നണിയുമായോ ഏതെങ്കിലും നേതാക്കൾക്ക് ശരി. ഇത്തരം കേസുകളുമായി ബന്ധമുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് SIT കണ്ടെത്തി കുറ്റപത്രം സമർപ്പിക്കട്ടെ, ശരി. മാതൃകാപരമായി ശിക്ഷിക്കട്ടെ. ശരി. ജയിലിൽ കിടക്കുമ്പോൾ പറഞ്ഞ പോലും പച്ചക്കള്ളം മാർക്സിസ്റ്റ് പാർട്ടി പൊളിഞ്ഞ അവരുടെ ശരി. നേതാക്കളെ പറയാത്തത്. സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ സംരക്ഷിക്കട്ടെ. ശരി, UDF കൺവീനർ എന്ന നിലയ്ക്ക് അടൂർ പ്രകാശ് കള്ളം പറഞ്ഞു എന്ന് പറയാൻ ഒരു പക്ഷേ അഡ്വക്കേറ്റ് അനിൽ ബോസ് സാധിക്കുന്നുണ്ടാകില്ല. വി കെ സനോജ് ഒരു മിനിറ്റ്. ഈ കളവ് പലയിടത്തായി നമ്മൾ കാണുന്നുണ്ട്. കടകംപള്ളി ഒറ്റത്തവണയാണ് ഞാൻ പോറ്റിയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. ഒറ്റത്തവണയല്ല എന്ന് തെളിഞ്ഞു. എപ്പോഴാണ് കണ്ടത്, ഏത് ചടങ്ങിനാണെന്ന് ആദ്യം പറഞ്ഞത് മാറ്റി പറയേണ്ടി വന്നു. ഇതൊക്കെ പലതരത്തിലായി നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ഓർമ്മക്കുറവ് കൊണ്ടാകാം, ചില കാര്യങ്ങൾ തെളിയില്ല എന്ന് കരുതിയിട്ടാകാം, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. നാളെ എന്ത് SITയുടെ നീക്കമെന്ന് നമുക്കറിയില്ലല്ലോ. രാഷ്ട്രീയമായി ഒരു ഇടപെടലും ഇല്ലാത്ത സ്ഥിതിക്ക് നാളത്തെ നീക്കം അറിയില്ല. നാളത്തെ നീക്കം നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇന്ന് അടൂർ പ്രകാശ് പ്രതിരോധത്തിലാണ്. അടൂർ പ്രകാശിന്റെ പ്രതികരണവും പ്രതിരോധത്തിലാകുന്ന പ്രതികരണങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് അടൂർ പ്രകാശിന് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ SIT എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് അനിൽ ബോസ്, ശ്രീ വി കെ സനോജ്, ശ്രീ എ സജീവൻ, ശ്രീ മഹേഷ് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.